ദൈവത്തിൻ്റെ ധന്യമുള്ള നാമം ഈ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാത്രി സമയം യുഎഇയിലുള്ള ദൈവജനത്തോടൊരുമിച്ച് ഒരു പ്രാവശ്യം കൂടെ ആയിരിക്കാൻ കർത്താവ് നൽകിയ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് ഇതുപോലെ മീറ്റിങ്ങുകൾ, നമ്മുടെ കൊറോണ സമയങ്ങളിൽ ഇതുപോലുള്ള മീറ്റിങ്ങുകളിൽ കടന്നു വരുവാനും നമുക്കൊരുമിച്ച് ദൈവജനം ധ്യാനിപ്പാനും കർത്താവ് അവസരങ്ങളെ നൽകിയത് ഞാൻ ഓർക്കുന്നു. അതിനു മുമ്പ് 2019 ഞാൻ യുഎഇയിൽ കടന്നു വന്നപ്പോൾ ബഹുമാനപ്പെട്ട ജോണി പാസ്റ്ററും കുടുംബവും അതുപോലെ തന്നെ സഭയും ഒരുമിച്ച് പല മീറ്റിങ്ങുകൾ കൂടുവാൻ കർത്താവ് സഹായിച്ചതൊക്കെ ഞാനിപ്പോൾ നന്ദിയോടെ ഓർക്കുകയാണ്. കർത്താവ് നമ്മുടെ ആയുസ്സിനെ ഒരു പ്രാവശ്യത്തെ ദീർഘമാക്കി തന്നതുകൊണ്ട് ഈ പാരിൽ നമുക്കൊരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമുക്ക് ഭാഗ്യം നൽകിയല്ലോ. ദൈവത്തിൻ്റെ എല്ലാ നല്ല ദാനങ്ങൾക്കായി സ്തോത്രം. എനിക്ക് മുന്നായി ദൈവം നടത്തിയ വിധങ്ങളെ അനുഭവ സാക്ഷ്യത്തിലൂടെ പറഞ്ഞ കർത്താവിൻ്റെ ദാസനെ ഓർക്കുന്നു. ദൈവം നൽകുന്ന എല്ലാ നല്ല അനുഭവങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശ്വാസത്തിന്റെ പരിശോധനയ്ക്കായി ദൈവം നൽകിയിരിക്കുന്ന അഗ്നി പരിശോധനയിൽ ഒരു അപൂർവ കാര്യം സംഭവിച്ചു എന്ന് ഓർത്ത് അതിൽ ആശ്ചര്യപ്പെടാതെ പത്രോസ് അപ്പോസ്തലന്റെ വാക്കുകളാണ് ഞാനീ പറയുന്നത്. വിശ്വാസത്തിന്റെ പരിശോധനയ്ക്കായി ലഭിച്ചിരിക്കുന്ന അഗ്നി പരിശോധന, സാധാ പരിശോധനയല്ല, അഗ്നി പരിശോധനയിൽ ഒരു അപൂർവ കാര്യം സംഭവിച്ചു എന്ന് ഓർത്ത് അതിങ്കിൽ ആശ്ചര്യപ്പെടാതെ ക്രിസ്തുവേശുവിലുള്ള പ്രത്യാശയിൽ ദൈനംദിനം ജീവിപ്പാൻ ഈ കഷ്ടതയും ഈ പ്രതിസന്ധിയൊക്കെ അഗ്നി പരിശോധന നമ്മെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതാണ്. അതുകൊണ്ട് പരിശോധനയിലൂടെ തികവുള്ളവനായി പുറത്തു വരുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഇത്രത്തോളം ഉറച്ചു നിൽപ്പാൻ കർത്താവ് സഹായിക്കുന്നല്ലോ. തുടർന്നും പ്രാർത്ഥനയിൽ ഞങ്ങൾ ഓർക്കാം. ദൈവത്തിന്റെ ദാസനെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഈ നല്ല രാത്രിക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഒരു വേദഭാഗം ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ താല്പര്യപ്പെടുന്നു. ഉത്തമഗീതങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 9. എൻ്റെ സഹോദരി, എൻ്റെ കാന്തേ, നീ എൻ്റെ ഹൃദയത്തെ അപഹരിച്ചിരിക്കുന്നു. ഒരു നോട്ടം കൊണ്ടും കഴുത്തിലെ മാല കൊണ്ടും നീ എൻ്റെ ഹൃദയത്തെ അപഹരിച്ചിരിക്കുന്നു. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗത്തിനായ കർത്താവിനെ സ്തുതി. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പാദപീഠത്തിലെടുക്കുക. നല്ല രാത്രിക്കായി സ്തോത്രം. എൻ്റെ മക്കളുമായി ഒരുമിച്ച് തിരുവചനം ഷെയർ ചെയ്യുമ്പോൾ കർത്താവെ, ജഡത്തിലെ വിടുതലിനേക്കാൾ അപ്പുറമായി ക്രിസ്തുവിൽ ഞങ്ങളെ ഒരുക്കുന്ന, ആത്മാവിൽ ഞങ്ങളെ പണിയുന്ന, നിത്യതയ്ക്ക് വേണ്ടി ഞങ്ങളെ ഒരുക്കുന്ന ദൈവീയ ആലോചനകൾ ഹൃദയത്തിൽ തന്ന അവിടുന്ന് ഞങ്ങളെ മാനിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ക്രിസ്തേശുവിന്റെ നാമത്തിൽ നല്ല പിതാവേ, ആമേൻ. ഉലകിലിന്നാരും ഇതുപോലെയില്ലെന്നെ അറിഞ്ഞതില്ലേ, തെല്ലും കനിഞ്ഞതില്ലേ. അഴകൊന്നുമില്ലാത്ത, അർഹതയില്ലാത്ത ഏഴയെനിക്കായി തൻ ഉയിർ കൊടുത്തേ. ഉലകിലിന്നാരും ഇതുപോലെയില്ലെന്നെ അറിഞ്ഞതില്ലേ, തെല്ലും കനിഞ്ഞതില്ലേ. അഴകൊന്നുമില്ലാത്ത, അർഹതയില്ലാത്ത ഏഴയെനിക്കായി തൻ ഉയിർ കൊടുത്തേ. സൗന്ദര്യപൂർണൻ യേശു, സർവാംഗ സുന്ദരൻ യേശു, എന്നാദ്യ പ്രേമം യേശു, എൻ ജീവകാരണൻ യേശു. സൗന്ദര്യപൂർണനാ പ്രാണപ്രിയാനെ എങ്ങനെയേഴഞ്ഞ വർണ്ണിച്ചിടും. കോടകോടി ദൂതർ പാടി സ്തുതിക്കുമ്പോൾ ഏഴയ്ക്കു നൽകാം സ്നേഹം മാത്രം. സൗന്ദര്യപൂർണനാ പ്രാണപ്രിയാനെ എങ്ങനെയേഴെ ഞാൻ വർണ്ണിച്ചിടും. കോടകോടി ദൂതർ പാടി സ്തുതിക്കുമ്പോൾ ഏഴയ്ക്കു നൽകാം
സ്നേഹം മാത്രം ഏഴയ്ക്കു നൽകാൻ സ്നേഹം മാത്രം. ഹല്ലേലൂയ. സൗന്ദര്യപൂർണനായ നമ്മുടെ കർത്താവിനെ കോടാകോടി ദൂതർ, എണ്ണമറ്റ ദൂതസംഘങ്ങൾ വാഴ്ത്തിപ്പുകഴ്ത്തുമ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ നൽകാൻ കഴിയുന്നത് സ്നേഹം മാത്രമാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, നരകത്തിന് വിധിക്കപ്പെട്ട നമ്മെ ഒരു നിമിഷം കൊണ്ട് നിത്യതയ്ക്ക് അവകാശിയാക്കി തീർത്തത് പിതാവാം ദൈവം നമ്മോട് കാണിച്ച സ്നേഹമാണ്. ആ സ്നേഹത്തിന്റെ ആഴം എന്ന് പറയുന്നത് പുത്രനെ കൈവിട്ട സ്നേഹമാണ്. പുത്രനെ കൈവിട്ട സ്നേഹം ആർക്കും കൊടുക്കാൻ കഴിയില്ല. നമുക്ക് പോലും അത് കഴിയില്ല. സ്വന്തം സന്തതിയെ മറ്റുള്ളവരുടെ വിടുതലിന് വേണ്ടി, മറ്റുള്ളവരെ ജീവനിലേക്ക് നയിക്കാൻ സ്വന്തം സന്തതിയെ മരണത്തിന് വിടില്ല. എന്നാൽ സ്തോത്രം, പിതാവാം ദൈവം പുത്രനെ ക്രൂശിൽ തകർത്ത സ്നേഹമാണ് മാനവജാതിയോട് കാണിച്ച സ്നേഹം. സ്തോത്രം, കല്യാണവേളയിൽ നമ്മൾ വായിക്കാറുണ്ട്, സ്തോത്രം, കർത്താവ് ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹിക്കണമെന്ന് പറയാറ്. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ. ക്രിസ്തു സഭയെ സ്നേഹിച്ചത് സഭയുടെ യാതൊരു മേന്മകളും ക്വാളിറ്റിയും കണ്ടിട്ടല്ല. ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത സ്ഥാനത്ത് സഭയെ ക്രിസ്തു സ്നേഹിച്ചു. ആ സ്നേഹം വന്നപ്പോൾ സ്വന്തം പ്രാണൻ വിടേണ്ടി വന്നു. സ്തോത്രം. അങ്ങനെ നമുക്ക് വേണ്ടി സ്നേഹം നൽകിയ കർത്താവിന് നമുക്കെന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, തിരിച്ച് സ്നേഹം നൽകുക. സ്തോത്രം, ഹല്ലേലൂയ. തിരിച്ച് സ്നേഹം നൽകാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ആത്മീയ ജീവിതം കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. സ്തോത്രം. നമ്മുടെ ആത്മീയ ജീവിതം ശരിയായ നിലയിലാണ്. പലപ്പോഴും നമ്മൾ സ്വാർത്ഥരാണ്. നമ്മുടെ ആവശ്യങ്ങളിൽ, നമ്മുടെ ഇഷ്ടങ്ങളിൽ നമ്മൾ പരിമിതപ്പെട്ടിരിക്കുക. ദൈവത്തിന്റെ സ്നേഹം അപകരിയാൻ നമുക്ക് കഴിയുന്നില്ല. സ്തോത്രം. വിശദീകരണങ്ങളിലേക്ക് ആ ഭാഗത്ത് പോയാൽ പരിമിതമായ സമയമാണ് വചനധ്യാനത്തിന് വേണ്ടി നമ്മുടെ മുന്നിലുള്ളത്. ഇതുകൊണ്ട് വേഗത്തിൽ ഞാൻ വചനചിന്തയിലേക്ക് കടക്കാൻ താല്പര്യപ്പെടുകയാണ്. സ്നേഹമാണ് ദൈവസഭയുടെ നിലനിൽപ്പിന്റെ ആധാരം. സ്തോത്രം. ദൈവവുമായിട്ടുള്ള സ്നേഹം വന്നു കഴിയുമ്പോൾ, ദൈവത്തെ അധികമായി സ്നേഹിക്കുമ്പോൾ, നമുക്ക് ഭൂമിയിലുള്ളതിനേക്കാൾ എന്തുണ്ടോ അതിനേക്കാൾ അധികം ദൈവത്തെ സ്നേഹിക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥമായി ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നത്. വചനത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത്, വചനത്തിന്റെ വേർപാടിലേക്ക് നമുക്ക് വരാൻ കഴിയുന്നത്. പലപ്പോഴും ഈ ലോകത്തിൽ സ്തോത്രം, ദൈവദാസന്മാർ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വേർപാടും വിശുദ്ധിയും പറയുമ്പോൾ അതിനെ മറ്റൊരു തലത്തിൽ എതിർക്കുന്നതിന്റെ ഒരു കാരണമെന്ന് പറയുന്നത് അവർ ദൈവത്തെ ആഴമായി സ്നേഹിക്കുന്നില്ല. അവർ ഈ ലോകത്തിൽ പലതിലും ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. അപ്പോഴതിനെ വിടേണ്ടതുകൊണ്ട്, വിടാൻ പറ്റാത്തത് കൊണ്ട് ന്യായീകരണത്തിലേക്ക് വരികയാണ്. സ്തോത്രം. എന്നാൽ യഥാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവ പൈതൽ സ്തോത്രം, എൻ്റെ ദൈവത്തിന് ഇഷ്ടമല്ലാത്തതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അതിനെ തൃണവൽക്കരിക്കുവാനിടയായിത്തീരും. സ്തോത്രം. നമുക്ക് ആവശ്യം ദൈവത്തിന്റെ പ്രസാദമാണ്. സ്തോത്രം. ദൈവമേ, നിന്റെ മുഖപ്രസാദം എന്നിൽ ഉദിപ്പിക്കണമേ എന്നാണ് സങ്കീർത്തനക്കാരന്റെ പ്രാർത്ഥന. അപ്പോൾ ദൈവത്തിന്റെ മുഖപ്രസാദം ഉണ്ടെങ്കിലേ ദൈവിക ദാനങ്ങൾ നമ്മൾ അനുഭവിക്കുന്നത് കൊണ്ട് പ്രയോജനമുള്ളൂ. സ്തോത്രം. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് യാത്ര ചെയ്ത് മുന്നോട്ട് വരുമ്പോൾ അവരുടെ ആവശ്യങ്ങളിൽ, ദൈനംദിന ആവശ്യങ്ങളിലെല്ലാം ദൈവം അവരോട് കൂടെയിരുന്നു. അവർ ചോദിച്ചതിനെല്ലാം ദൈവം അവർക്ക് കൊടുത്തു. സ്തോത്രം. ഇതെല്ലാം കൊടുക്കുമ്പോൾ അവർ തൃപ്തരായിരുന്നു. മന്ന കിട്ടിയപ്പോൾ അവർ തൃപ്തരായി. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അത് അതൃപ്തിയായിട്ട് വന്നു. ഈ നിസ്സാരം മന്ന എന്തിന് എന്ന് ചോദിച്ച സന്ദർഭവും ഉണ്ട്. ആദ്യമേ പറഞ്ഞു, ഇത് ദൈവം കൊടുത്തത് മല്ലന്മാരുടെ ഭോജനം എന്നാണ് വചനത്തിൽ പറയുന്നത്. ശ്രേഷ്ഠമായ ഭോജനം അവർക്ക് കൊടുത്തു. സ്തോത്രം. തേൻകുട്ടി കഴിക്കുന്ന ദോശ പോലെ ടേസ്റ്റ് ആയിരുന്ന ഈ ഭക്ഷണം കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ഇവർ പറയുന്നൊരു കാര്യമുണ്ട്, ഈ നിസ്സാര ഭക്ഷണം കണ്ടോ. അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായത് ദൈനംദിനം കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് അവർക്ക് നിസ്സാരമായി മാറി. പക്ഷേ ദൈവം അവർക്ക് അത് കൊടുക്കുവാനിടയായി. മല്ലന്മാരുടെ ഭക്ഷണം, ഏറ്റവും ശ്രേഷ്ഠകരമായ ഭക്ഷണം അവർക്ക് നൽകി. സ്തോത്രം. മരുഭൂമിയിലൂടെ അവർ നടന്നു വന്നപ്പോൾ അവരുടെ കാലിൽ ചെരുപ്പ് തേഞ്ഞില്ല, വസ്ത്രം പഴകിപ്പോയില്ല. സ്തോത്രം. മാറയെ അവർക്ക് മധുരമാക്കി കൊടുത്തു. സ്തോത്രം. പ്രതികൂലങ്ങളെ എല്ലാം അവർക്ക് അനുകൂലമാക്കി കൊടുത്തു. പകൽ മേഘസ്തംഭത്തിൽ അവർക്ക് പ്രൊട്ടക്ഷൻ നൽകി. രാത്രിയിൽ അഗ്നി തൂണായിട്ട് ദൈവത്തിന്റെ സാന്നിധ്യം അവരോട് കൂടെ ഇരുന്നു. ഇതൊക്കെ അവർക്ക് ലഭിച്ചപ്പോൾ
അവർ വിചാരിച്ചു ദൈവത്തിന്റെ പ്രസാദവും ദൈവത്തിന്റെ കരുണയും അവരോട്, ദൈവത്തിന്റെ സ്നേഹവും അവരോട് കൂടെ ഉണ്ടെന്ന്. എന്നാൽ അവൻ ദീർഘനാളുകൾക്ക് ശേഷം വചനം പറയുന്നു, യഹോവയായ ദൈവം തന്നെ തന്റെ ഹൃദയമൊന്ന് തുറന്നിട്ട് താൻ പറഞ്ഞൊരു കാര്യമുണ്ട്, 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായിരുന്നു. നോക്കെ, 40 ആണ്ട് മരുഭൂമിയിലൂടെ ഉഴന്ന് നടക്കുമ്പോൾ സ്തോത്രം, അവർ ചോദിച്ച നന്മകളൊക്കെ, ഭൗതിക നന്മകളൊക്കെ അവർക്ക് കിട്ടി. അവർക്ക് കിട്ടിയപ്പോൾ അവരുടെ ചിന്തയിൽ അവർ ചിന്തിക്കുന്ന കാര്യം ദൈവം അവരിൽ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ദൈവത്തിന്റെ ഹൃദയം ദൈവം തുറന്നപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഭൗതിക മണ്ഡലത്തിൽ നമുക്ക് ചോദിക്കുന്നത് ലഭിച്ചതുകൊണ്ട് ദൈവം നമ്മിൽ പ്രസാദിച്ചു എന്ന് ചിന്തിക്കരുത്. സ്തോത്രം, ജോലി ചോദിച്ചപ്പോൾ ജോലി, കടഭാരം മാറ്റാൻ വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അത് കിട്ടി, വീടിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അത് കിട്ടി. ഇതൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ദൈവം നമ്മുടെ പോക്കറ്റിലാണ്, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നാണ്. എന്നാൽ ദൈവത്തിന്റെ ഹിതമനുസരിച്ച് വിശുദ്ധിയിലും വേർപാടിലും നിൽക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ സ്തോത്രം, ദൈവം ഇതൊക്കെ നമുക്ക് തരും. ഭൗതിക നന്മ ദൈവം തരുന്നത് കൊണ്ട് ദൈവം നമ്മോട് കൂടെ ഉണ്ടാകണമെന്നില്ല. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് സ്തോത്രം, ആ തലമുറയ്ക്ക് ദൈവപ്രസാദം ലഭിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ നമ്മൾ വായിച്ച കുറുവാക്യത്തിൽ ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നു. ഉത്തമഗീതം 4:9 നമ്മൾ വായിച്ചത്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, എൻ്റെ സഹോദരി, എൻ്റെ കാന്തേ, നീ എൻ്റെ ഹൃദയത്തെ അപഹരിച്ചിരിക്കുന്നു. കണ്ടോ, ദൈവത്തിന്റെ ഹൃദയത്തെ, സ്തോത്രം, കാന്തയായ സഭ അപഹരിച്ചിരിക്കുന്നു. ഇതാണ് നമുക്ക് വേണ്ടുന്നത്. ഹൃദയം, ദൈവഹൃദയം നമ്മിലേക്ക് അടുപ്പിക്കുക, ദൈവ സ്നേഹം നമ്മിലേക്ക് പകരുക. സ്തോത്രം, ദൈവത്തിന്റെ ഹൃദയത്തെ സ്തോത്രം തന്നിലേക്ക് അടുപ്പിക്കാൻ കാന്തയ്ക്ക് കഴിഞ്ഞു. ഇത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. സ്തോത്രം, നീ എൻ്റെ ഹൃദയത്തെ അപഹരിച്ചിരിക്കുന്നു. എങ്ങനെ? ഒരു നോട്ടം കൊണ്ടും കഴുത്തിലെ മാല കൊണ്ടും നീ എൻ്റെ ഹൃദയത്തെ അപഹരിച്ചിരിക്കുന്നു. സ്തോത്രം, ആമേൻ. ഒരു നോട്ടം കൊണ്ടും കഴുത്തിലെ മാല. ആമേൻ. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്, പെന്തക്കോസ്തുകാർ നമ്മളെ കളിപ്പിക്കുകയായിരുന്നു, പാസ്റ്റർമാര് നമ്മളെ കളിപ്പിക്കുകയായിരുന്നു, ഇവിടെ മാല ഇടുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, പക്ഷെ പാസ്റ്റർമാർ പറയുന്നത് സ്വർണ്ണമൊന്നും ഇടരുത്, മാലയൊന്നും അണിയരുത് എന്നാണ്. ആലങ്കാരിക ഭാഷയിലാണ് മാല എന്ന് പറയുന്നത്. സ്തോത്രം, ഇതിന്റെ അർത്ഥം എന്താണെന്നുള്ളത് പിന്നത്തേതിൽ നമുക്ക് സമയത്തിന്റെ ഉചിതമനുസരിച്ച് സംസാരിക്കാം. കഴുത്തിലെ മാല എന്ന് പറയുന്ന സാദൃശ്യവാക്യത്തിൽ പറയുന്നുണ്ട്. വേഗത്തിൽ സമയം കിട്ടിയില്ലെങ്കിലോ എന്ന് ചിന്തിച്ച് ഞാൻ വേഗത്തിൽ ഒരു കാര്യം പറയാം. കഴുത്തിലെ മാല എന്ന് പറയുന്നത് ഉപദേശത്തെ കാണിക്കുന്നു. സ്തോത്രം, ഉപദേശം കൊണ്ട് സ്തോത്രം, ക്രിസ്തുവിന്റെ ഉപദേശം അനുഷ്ഠിക്കുന്നത് കൊണ്ട് ക്രിസ്തുവിന്റെ ഹൃദയത്തെ നമ്മൾ അപഹരിക്കുക എന്നൊരർത്ഥമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സ്തോത്രം. ഉത്തമഗീതങ്ങളുടെ പുസ്തകം, ആമേൻ, പലപ്പോഴും നമ്മുടെ ആത്മീയ ഗോളത്തിൽ പ്രസംഗിക്കാൻ മടിക്കുന്ന ഒരു വേദഭാഗമാണ് ഉത്തമഗീതങ്ങളുടെ പുസ്തകം. ഒന്നാമത്, ഇത് വിശദീകരിക്കാൻ സമയം ആവശ്യമാണ്. രണ്ടാമത്, ഇതിനകത്ത് എന്തോ അശ്ലീലത കലർന്നിട്ടുണ്ട് എന്ന ചിന്ത കൊണ്ട് തന്നെ മനുഷ്യൻ പലപ്പോഴും അതിനെ അവോയ്ഡ് ചെയ്യുകയാണ്. അതിനകത്ത് ഒറ്റ കാര്യം, ഒരു പദം ഞാൻ പറയാം. പ്രേമം എന്ന പദം പലപ്പോഴും ജഡികമായ ചിന്തയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ സ്തോത്രം, പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം പറയാം. സ്നേഹത്തിന്റെ ആഴമേറിയ സ്തോത്രം വ്യക്തതയെ വെളിപ്പെടുത്താൻ സ്തോത്രം മലയാള ഭാഷയിൽ പ്രേമം എന്ന പദത്തിന് അപ്പുറം ഒന്നില്ല. സ്തോത്രം, ഈ ലോകത്തിൽ അതിനെ മറ്റൊരു തലത്തിൽ ഉപയോഗിച്ചത് കൊണ്ട് നമുക്കത് തെറ്റായി തോന്നുകയാണ്. പക്ഷേ സ്തോത്രം, സ്നേഹം എന്നതിന്റെ പര്യായ പദം പഠിച്ചു വരുമ്പോൾ സ്നേഹത്തിന്റെ ഏറ്റവും ആഴമേറിയ സ്തോത്രം അവസ്ഥയെ വെളിപ്പെടുത്താൻ സ്നേഹം എന്ന പദം ഉപയോഗിക്കുന്നതിനേക്കാൾ അപ്പുറം ഉചിതം പ്രേമം എന്ന പദമാണ്. അതുകൊണ്ട് അത് അശ്ലീലകൾ പറഞ്ഞിട്ടുള്ളതല്ല, അത് വളരെ ശുദ്ധമായ ഒരു പദം തന്നെയാണ്. അതിന് ഉദാഹരണത്തിലൂടെ തെളിയിക്കണമെന്നുണ്ട്, പക്ഷെ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. സ്തോത്രം, ഈ ഉത്തമഗീതങ്ങളുടെ പുസ്തകം പരിശുദ്ധാത്മാവിന്റെ നിറവോടെന്ന് പ്രാർത്ഥിച്ച് ധ്യാനിച്ച് ആത്മാവിൽ ധ്യാനിക്കുമ്പോൾ നമുക്ക് സഭയുടെ ജനനം മുതൽ സ്തോത്രം സഭയുടെ വീണ്ടെടുപ്പാകുന്ന നമ്മുടെ കർത്താവിന്റെ രണ്ടാമത്തെ വരവ് വരെ ഉള്ളതായ ആലോചനകൾ ഈ പുസ്തകത്തിൽ നമുക്ക് കാണാനിടയാകും. സ്തോത്രം, സഭയുടെ ജനനം മുതൽ ഇന്ന് ഈ പാരിലൂടെ യാത്ര ചെയ്യുന്ന ദൈവസഭ അനുഭവിക്കുന്ന പീഡകൾ, ദൈവസഭ അനുഭവിക്കുന്ന പ്രലോഭനങ്ങൾ, ദൈവസഭ എങ്ങനെയായിരിക്കണം എന്നുള്ള ഉപദേശങ്ങളും സ്തോത്രം, അതിനുശേഷം എപ്പോഴാണ് ദൈവസഭയ്ക്ക് വീണ്ടെടുപ്പുണ്ടാകുന്നത്, ദൈവസഭയെ
എപ്പോഴാണ് കർത്താവ് ചേർക്കുന്നത്? ആമേൻ സ്തോത്രം. ആദ്യം ചേർത്തതിന് ശേഷം എന്താണ് സംഭവിക്കുന്നത് എന്നിത്യാദി കാര്യങ്ങൾ ആത്മാവിൽ മറഞ്ഞു കിടക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട പുസ്തകമാണ് ഉത്തമഗീതങ്ങളുടെ പുസ്തകം. ഇത് ആത്മാവിൽ വായിക്കുമ്പോൾ ആമേൻ സ്തോത്രം, ദൈവം ഈ ഭൂമിയിൽ ജനിച്ചിട്ടുള്ളവരിലും ഇനി ജനിക്കാതിരിക്കുന്നവരിലും എല്ലാം അധികമായി ദൈവിക ജ്ഞാനം കൊണ്ട് നിറച്ച ശലോമോൻ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഇത് എഴുതിയപ്പോൾ അവൻ പരിശുദ്ധാത്മാവ് തളം കെട്ടി നിൽക്കുന്ന ആത്മസാന്നിധ്യം നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയും. ആ പരിശുദ്ധാത്മാവിന്റെ ആഴമേറിയ നിലപാടിൽ നാം ഇതിനെ അവൻ പരിശുദ്ധാത്മാ പൂർണ്ണതയോടുകൂടെ ഇത് ധ്യാനിക്കുമ്പോൾ അവൻ ഈ ലോകത്തിന്റെ സകല സുഖങ്ങളെക്കാൾ അപ്പുറം ക്രിസ്തുവിനെ നമുക്ക് സ്നേഹിക്കാൻ ഈ പുസ്തകം പരിശുദ്ധാത്മാവിൽ ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുവാനിടയായിത്തീരും. സ്തോത്രം. വെള്ളത്തിന്റെ കുമിള പോലെ മിന്നി വിളങ്ങുന്ന ജടിക സുഖങ്ങളെ ജയിച്ചുകൊണ്ട് ആമേൻ സ്തോത്രം, ആത്മപൂർണനാകുന്ന ആത്മമണവാളനാകുന്ന ക്രിസ്തുവിലേക്ക് നമ്മുടെ ഹൃദയത്തെ ലയിപ്പിക്കുന്ന, ക്രിസ്തുവിന്റെ ഹൃദയവും നമ്മുടെ ഹൃദയവും തമ്മിൽ ലയിച്ചു ചേരത്തക്ക നിലയിലുള്ള ആത്മീയ സന്ദേശങ്ങൾ ഈ പുസ്തകത്തിൽ നമുക്ക് കാണാനിടയായിത്തീരും. സ്തോത്രം. ദൈവത്തിന്റെ പ്രസാദം പ്രാപിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഈ പാരിൽ ആമേൻ പ്രലോഭനത്തിൽ കുടുക്കി ക്രിസ്തുവിലുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളാക്കി കളയേണ്ടതിനു വേണ്ടി പിശാച് തന്ത്രങ്ങളിലൂടെ ദൈവസഭയെ സ്വാധീനിക്കാൻ ശ്രമിക്കുമ്പോൾ ആ തന്ത്രങ്ങളെ തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മുടെ വിജയം. ഓരോ ദൈവമക്കളുടെയും ആത്മീയ ജീവിതത്തിൽ ശരിയായ ട്രാക്കിലൂടെ പോകാൻ പിശാചിന് ആമേൻ സ്തോത്രം, പിശാച് ഒരുക്കുന്ന തന്ത്രങ്ങളെ തിരിച്ചറിയുക എന്നുള്ളതാണ്. പൗലോസ് അപ്പോസ്തലൻ ആമേൻ സ്തോത്രം പറയുന്ന പദം അതാണ്. ക്രിസ്തുവേശുവിലുള്ള നിർമ്മലതയും അവനിലുള്ള ഏകാഗ്രത. രണ്ട് പദം. അവൻ ക്രിസ്തുവേശുവിലുള്ള നിർമ്മലത, ആമേൻ സ്തോത്രം, മലിനമല്ലാത്ത ബന്ധം ക്രിസ്തുവേശുവുമായിട്ട്, ക്രിസ്തുവേശുവിലുള്ള ഏകാഗ്രത. ഏകാഗ്രത എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, അവൻ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. ആ പദം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാകും. എല്ലാറ്റിനേക്കാളും ശ്രദ്ധ ഒന്നിൽ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ആ ഒരു അനുഭവം. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ഇതാണ് നമുക്ക് വേണ്ടുന്ന ആ ക്രിസ്തുവിലുള്ള നിർമ്മലതയും ആ ക്രിസ്തുവിലുള്ള ഏകാഗ്രതയും നമ്മിൽ നിന്ന് എടുത്തു കളയേണ്ടതിന് പിശാച് ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ അവൻ നമ്മുടെ ഹൃദയത്തെ ക്രിസ്തുവേശുവിലുള്ള അവൻ ഏകാഗ്രതയിൽ നിന്നും നിർമ്മലതയിൽ നിന്നും തെറ്റിച്ച് വഷളാക്കി കളയുവാൻ അവന്റെ തന്ത്രങ്ങളെ നാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നാം രക്ഷപ്പെട്ടു. സ്തോത്രം. ആ തന്ത്രങ്ങളെ തിരിച്ചറിയാൻ കഴിയണമെങ്കിൽ ആമേൻ സ്തോത്രം നമ്മൾ വിജയിച്ചേ മതിയാകൂ. നാം ദൈവത്തെ ആമേൻ സ്തോത്രം യഥാർത്ഥമായി സ്നേഹത്തിന്റെ അനുഭവത്തിലൂടെ വന്നെങ്കിൽ മാത്രമേ കഴിയത്തുള്ളൂ. ദൈവത്തെ യഥാർത്ഥമായി സ്നേഹിക്കണമെങ്കിൽ ദൈവത്തെ നാം യഥാർത്ഥമായി അറിയുന്നവരായിരിക്കണം. അവൻ ദൈവത്തെ ആഴത്തിൽ അറിയുമ്പോഴാണ് നമ്മൾ ദൈവത്തെ കൂടുതൽ സ്നേഹിക്കാനിടയാകുന്നത്. പലപ്പോഴും പരിമിതിക്കകത്താണ് നമ്മൾ ദൈവത്തെ അധികം അറിയാൻ ശ്രമിക്കാറില്ല. അതാണ് പ്രശ്നം. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തെ അധികം അറിയാൻ ശ്രമിക്കാറില്ല, അതിനുവേണ്ടി കാത്തിരിക്കാറില്ല. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരുന്ന ഒരു ശക്തിയായിട്ട് മാത്രമാണ് നമ്മൾ ദൈവത്തെ കാണാറുള്ളത്, അല്ലേ? ആമേൻ സ്തോത്രം. ജലത്തിലെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരാൻ വേണ്ടി ഈ ലോകത്തിൽ സുഖകരമായി ജീവിക്കാൻ, സ്തോത്രം, ഈ ലോകത്തിൽ പ്രശ്നങ്ങളില്ലാതെ സുഖകരമായി ജീവിക്കാൻ ദൈവത്തിന്റെ സാന്നിധ്യം ആവശ്യമാണ്. അതിനുവേണ്ടി ദൈവത്തെ പിൻപറ്റുന്നവരുണ്ട്. ആമേൻ സ്തോത്രം. കുഞ്ഞിന് നല്ല വിദ്യാഭ്യാസം ലഭിക്കാൻ, ആമേൻ സ്തോത്രം, നല്ല ജോലി ലഭിക്കാൻ, നല്ല പാർപ്പിടം ലഭിക്കാൻ, നല്ല വിഭാഗബന്ധം ലഭിക്കാൻ, ആമേൻ ആ കുഞ്ഞിനും അടുത്ത തലമുറ ഉണ്ടാകാൻ, ഇങ്ങനെയൊക്കെ നമ്മൾ പലവിധ വിഷയങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും, ഇല്ലേ? ആമേൻ സ്തോത്രം. ഇങ്ങനെയാണ് നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാറുള്ളത്. എന്ന് പറഞ്ഞാൽ ദൈവം നമ്മിൽ നിന്ന് എന്താണ് ഇഷ്ടപ്പെടുന്നത്? ദൈവത്തിന്റെ ഇഷ്ടം എന്നെ കുറിച്ച് എന്താണ്? സ്തോത്രം. എന്നിൽ ദൈവം എന്താണ് ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നത്? അതിനുവേണ്ടി നമ്മൾ പലപ്പോഴും തയ്യാറാകാറില്ല. സ്തോത്രം. നമ്മുടെ ഹിതങ്ങൾ സഫലമാകുവാൻ നമ്മൾ കർത്താവിനെ ഉപയോഗിക്കുകയാണ്. സ്തോത്രം, സ്തോത്രം. അതിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഭൗതികപരമായ ചില നേട്ടങ്ങളാണ്. ഭൗതികപരമായ ചില നേട്ടങ്ങൾ. ഇത് നമുക്ക് ലഭ്യമായില്ലെങ്കിൽ നമ്മൾ അസ്വസ്ഥരാണ്, ഇല്ലേ? നമ്മൾ അസ്വസ്ഥരാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് വിവാഹം, നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ സാലറി ഉള്ളൊരു ജോലി, നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നമുക്ക് നല്ലൊരു ഭവനം, ഇതൊക്കെ അതിന്റെ തരത്തിൽ കിട്ടിയില്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുമായി തുലനം ചെയ്തിട്ട്
നമ്മൾ നമ്മുടെ ആത്മീയതയിൽ അസ്വസ്ഥരുമാണ്, നമ്മുടെ ആത്മീയതയിൽ സ്തോത്രം സംതൃപ്തരുമല്ല. സ്തോത്രം. അതിന്റെ അർത്ഥം എന്താണ്? ദൈവ ഇഷ്ടത്തെക്കാൾ അധികം നമ്മുടെ ഇഷ്ടങ്ങളുടെ സഫലീകരണത്തിന് വേണ്ടി നമ്മൾ ദൈവത്തെ ഫോളോ ചെയ്യുന്നവരായി മാറുന്നു എന്നുള്ളത് കൊണ്ടാണ്. സ്തോത്രം. അതുകൊണ്ട് തന്നെ ദൈവഹിതം പലതും നമ്മിൽ പൂർത്തീകരിക്കാൻ കഴിയാതെ ദൈവഹിതങ്ങൾ പെൻഡിങ്ങിലായി പോവുകയാണ്. സ്തോത്രം. എന്നാൽ വിശുദ്ധനായ പൗലോസിനെ നോക്കി. സ്തോത്രം. തെരഞ്ഞെടുത്ത സമയത്ത് തന്നെ പൗലോസിനെ കുറിച്ച് പറയുന്നുണ്ട്, അവൻ എൻ്റെ നാമനിമിത്തം അനവധി കഷ്ടങ്ങൾ സഹിക്കേണ്ടവനാകുന്നു എന്ന് പറഞ്ഞ് ദൈവം വിളിച്ച് വേർതിരിച്ച പൗലോസ് സ്തോത്രം ഓരോ ദിവസവും കഴിയുന്തോറും ഭൗതികമായ ശോഷണങ്ങളാണ് തന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്, ഭൗതിക നഷ്ടങ്ങളാണ് ഉണ്ടാകുന്നത്. സ്തോത്രം. ഭൗതികമായ പല വെല്ലുവിളികളുടെ നടുവിലാണ് താനായിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസവും ഏതോ ഒരു സഭയിൽ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്നിന്റെ കാലഘട്ടത്തിലായിരുന്നു പൗലോസ് ജീവിച്ചിരുന്നെങ്കിൽ, നമ്മളിപ്പോൾ പൗലോസൻ എന്ന ദൈവദാസനെ വളരെ ക്രിസ്തുവിന് ശേഷം നമ്മൾ ക്രിസ്തുവിനെ പോലെ ഒരാൾ ജീവിച്ചിരുന്നെങ്കിൽ അത് ആ അന്വേഷണം ചെന്നെത്തി നിൽക്കുന്നത് പൗലോസിലായിരിക്കും. വേറൊരു വ്യക്തിയെ പിന്നെ അതിനകത്ത് കാണാനില്ല. അതിനിടയ്ക്ക് വേറൊരു വ്യക്തിയെ നമുക്ക് തുലനം ചെയ്യാൻ പറ്റില്ല. ക്രിസ്തുവിന് ശേഷം പിന്നെ ക്രിസ്തു ജീവിച്ചതുപോലെ ഈ ഭൂമിയിൽ ജീവിച്ച് ലോകത്തെ ജയിച്ചൊരു മനുഷ്യൻ എന്ന നിലയിൽ ഒരാളുണ്ടെങ്കിൽ അത് പൗലോസ് മാത്രമാണ്. അത്രയും പൗലോസിനെ നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ, ഇന്ന് നമ്മുടെ കാലഘട്ടത്തിലാണ് പൗലോസ് ജീവിച്ചിരുന്നെങ്കിൽ നമ്മൾ അല്പം പോലും വില കൊടുക്കില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ സ്തോത്രം, അംഗീകരിക്കത്തക്ക പേഴ്സണാലിറ്റി പൗലോസിനില്ല. എന്തിനേറെ പറയുന്നു, ശമൂവേൽ, അഭിഷക്തനായ ശമൂവേല് പോലും ഇശായിയുടെ ഭവനത്തിലേക്ക് കടന്നു എന്ന് സ്തോത്രം രാജാവിനെ വാഴിക്കാൻ ചെന്നപ്പോൾ മൂത്ത മകനെ കണ്ടപ്പോൾ അഭിഷേകം ചെയ്യാനായിട്ട് അങ്ങ് തുടങ്ങി. ചരിത്രം വായിക്കുന്നവർക്ക് അറിയാതെ, ഒന്ന് ശമൂവേലിന്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. ഉടനെ ദൈവം പറഞ്ഞു, ഇവനെ ഞാൻ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു. പിന്നത്തേതിൽ ആ ദൈവഹിതം ചോദിക്കാനായിട്ട് താൻ വെയിറ്റ് ചെയ്തത്. പിന്നെയുള്ള 6 പേര് വന്നിട്ടും ശമൂവേല് ദൈവത്തോട് ചോദിച്ചു. പക്ഷെ ആദ്യ തലമുറ വന്നപ്പോ ശമൂവേല് പെട്ടെന്ന് അഭിഷേകം ചെയ്യാൻ തുടങ്ങി. കാരണം മൂത്ത മകൻ ആരോഗ്യമുള്ളവൻ, നീളമുള്ളവൻ, പൊക്കമുള്ളവൻ, തടിയുള്ളവൻ. ഇവ വന്നപ്പോൾ പ്രഥമ രാജാവും അതുപോലെ പൊക്കമുള്ളവനും തടിയുള്ളവനും കാഴ്ചയ്ക്ക് കാണാൻ കൊള്ളാവുന്നവനുമായിരുന്നു. അതുകൊണ്ട് ആ കാഴ്ചയ്ക്ക് കാണാൻ കൊള്ളാവുന്നവന് ഇസ്രായേൽ ജനം തെരഞ്ഞെടുത്തപ്പോൾ അതേ കണ്ണിൽ തന്നെ ശമൂവേലും തെരഞ്ഞെടുക്കാൻ തുടങ്ങി. അല്പനിമിഷം തന്റെ വ്യക്തിപരമായ ആ നഗ്ന നേത്രങ്ങൾക്ക് ശമൂവേൽ പ്രാധാന്യം കൊടുത്തു. അപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, യഹോവയായ ദൈവം പറഞ്ഞത്, നീ മനുഷ്യന്റെ പൊക്കമോ വണ്ണമോ നോക്കരുത്, ഞാൻ പറയുന്നവനെ മാത്രമേ നീ അഭിഷേകം ചെയ്യാവൂ. മനുഷ്യൻ കണ്ണിന് കാണുന്നതിന് പ്രാധാന്യം കൊടുക്കുന്നു, ഞാൻ പറയുന്നതിനെ അഭിഷേകം ചെയ്യാവൂന്ന് പറഞ്ഞു. അങ്ങനെ ശമൂവേലായിരുന്നിട്ട് പോലും കണ്ണിന് കാണുന്നതിന് പ്രാധാന്യം കൊടുത്തെങ്കിൽ, നമ്മളായിരുന്നെങ്കിൽ, പൗലോസ് ഇന്ന് നമ്മുടെ ഇടയിൽ ജീവിച്ചിരുന്നെങ്കിൽ നമ്മൾ ഉൾക്കൊള്ളില്ലായിരുന്നു. നമ്മൾ പറയും, സാക്ഷ്യമില്ലാതെ നടക്കുക, പെന്തക്കോസ്തുകാർക്ക് മുഴുവനും പേര് കേൾപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ വന്ന ഒരാള് രക്ഷിക്കപ്പെട്ട് ആ സമയത്ത് കുടുംബത്തിൽ നിന്നൊക്കെ ഇറങ്ങി തിരിച്ചു, കല്യാണം കഴിച്ചോ ഒന്നും അറിയത്തില്ല, ഒരു തോൾ സഞ്ചിയുണ്ട്, കുറച്ച് പുസ്തകമുണ്ട്, ഉടുപ്പ് തേച്ചിട്ടുണ്ടോ, മുണ്ട് തേച്ചിട്ടുണ്ടോ, ഇതൊന്നും പറയാൻ പറ്റില്ല. ഒരു നല്ല പേഴ്സണാലിറ്റി പൗലോസിലില്ല. സ്തോത്രം. ഒരു സഞ്ചാര ഉപദേശിയെ പോലെ യാത്രയില്ല. പക്ഷേ സ്തോത്രം, ആ മനുഷ്യൻ തനിക്ക് അഭിമാനകരമായിട്ടുള്ള എല്ലാം ഛേദമെന്നെണ്ണാൻ കാരണം ക്രിസ്തുവിനെ യഥാർത്ഥമായിട്ട് താനാണ്. താൻ പോകേണ്ടുന്ന സ്ഥലത്തെക്കുറിച്ച് താനൊന്ന് ഇടയ്ക്കൊന്ന് യാത്ര ചെയ്തു. സ്തോത്രം. ഇടയ്ക്ക് താൻ പോകേണ്ടുന്ന സ്ഥലത്തെക്കുറിച്ച് താനൊന്ന് യാത്ര ചെയ്ത് അവിടെ പോയെന്ന് കണ്ടിട്ട് മടങ്ങി വന്നപ്പോൾ ഈ ഭൂമിയിലുള്ള ഭൗതിക സൗന്ദര്യങ്ങളും സുഖങ്ങളും എല്ലാം ഛേദമെന്നെണ്ണാനിടയായി തീർന്നു. ആ മനുഷ്യൻ തന്നെ പറയുന്ന കാര്യമാണ്. 14 വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു മനുഷ്യനെ അറിയാം, അവൻ സ്വർഗത്തോളം, 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട് ശരീരത്തോടു കൂടെയോ അല്ലയോ എന്ന് ഞാൻ അറിയുന്നില്ല. പൗലോസിന്റെ സ്വന്തം കാര്യം തന്നെ വ്യക്തിയെ വെളിപ്പെടുത്താതെ, ആളിനെ വെളിപ്പെടുത്താതെ താൻ ഒരു തേർഡ് പേഴ്സണായിട്ട് നിർത്തിക്കൊണ്ട് പറയുകയാണ്, 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ഒരു മനുഷ്യനെ എനിക്കറിയാം, അവൻ ശരീരത്തോടു കൂടെ അല്ലയോ എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട് സ്വർഗീയ മഹിമകളെ കണ്ടിട്ട് തിരികെ വന്ന പൗലോസ് പിന്നെ ഈ ലോകത്തിലുള്ളതിനെ എല്ലാം താൻ ഛേദമെന്ന് കാണാനിടയായി തോന്നി. സ്വർഗീയ മഹിമകളെ തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയിലുള്ള പലതിനും പ്രാധാന്യം കൊടുക്കുന്നത്. ഭൂമിയിലുള്ള പലതിനും നാം പ്രാധാന്യം കൊടുക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ആത്മീയ
വളർച്ചയ്ക്ക് അതൊരു ബന്ധനമായി മാറുകയാണ്. സ്തോത്രം. അതുകൊണ്ട് അവൻ ദൈവത്തെ, ഇയ്യോബ് പറയുന്നൊരു കാര്യമാണ്, ആമേൻ സ്തോത്രം. യോബ് 42-ാം അധ്യായം ആമേൻ 3, 4, 5, 6 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അവൻ യോബ് പറയുന്നൊരു, ഭക്തനായ മനുഷ്യൻ പറയുന്നൊരു കാര്യമുണ്ട്. ആമേൻ സ്തോത്രം. എന്റെ വീണ്ടെടുപ്പുകാരൻ പൊടിമേൽ നിൽക്കും എന്നൊക്കെയുള്ള ആ വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങൾ താൻ പറഞ്ഞിട്ട് പറയുകയാണ്. ആമേൻ സ്തോത്രം. ഞാൻ അവനെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, എന്നാൽ ഇപ്പോൾ ഞാൻ അവനെ എൻ്റെ കണ്ണാലെ കാണുകയാണ്. അവന്റെ കണ്ണാലെ ഞാൻ കാണുന്നു എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത പദം പറയുന്നത്, അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ വെറുക്കുന്നു. സ്തോത്രം. ഞാൻ അവനെ കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, പക്ഷെ ആ കേൾവിയിൽ താൻ പൂർണ്ണതയുള്ളവനായിരുന്നു. കേട്ട ആ വചനത്തിൽ ഈ ദൈവത്തെക്കുറിച്ച്, യഹോവയായ ദൈവത്തെക്കുറിച്ച് കേട്ടുള്ള അറിവിൽ താൻ പൂർണ്ണതയിലേക്ക് വന്നു. അവിടെ തന്റെ വിശ്വാസ ജീവിതം ആലംഭാവമായിട്ട് താൻ കണ്ടില്ല. സ്തോത്രം. കണ്ടില്ലെന്ന് പറയാൻ കാരണം ദൈവം ഇയ്യോബിനെ കുറിച്ച് സാക്ഷി പറയുന്നുണ്ട്, അല്ലേ? ദൈവം ഇയ്യോബിനെ കുറിച്ച് സാക്ഷി പറയുന്നുണ്ട്. നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷം വിട്ട് അകലുന്നവൻ, എന്റെ ദാസനായ ഇയ്യോബിനെ പോലെ വേറെ ആരുമില്ല. ഇത്രയും ദൈവം സാക്ഷി പറയുവാൻ കാരണം ദൈവത്തെ മുഖാമുഖം കണ്ടവനല്ല, കേട്ടറിവുള്ളവനായിരുന്നു. സ്തോത്രം. ആ കേട്ടറിവ് കഴിഞ്ഞിട്ട് പിന്നെ തന്നെ ദൈവത്തെക്കുറിച്ച് ആ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ കണ്ണാലെ കാണുന്ന ഒരനുഭവത്തിലേക്ക് താൻ വന്നു. സ്തോത്രം. കണ്ണാലെ കാണുന്ന ഒരു അനുഭവത്തിലേക്ക് വന്നു. ആ അനുഭവത്തിലേക്ക് വന്നപ്പോൾ താൻ പറയാണ്, ഞാൻ എന്നെ തന്നെ വെറുക്കുന്നു, പൊടിയിലും ചാരത്തിലും ഞാൻ ഇരിക്കുക. എന്നെ തന്നെ വെറുക്കുന്നു എന്ന് പറഞ്ഞാൽ എന്റെ പേഴ്സണാലിറ്റിയെ ഞാൻ ദൈവസന്നിധിയിൽ അടിയറവ് പറയുകയാണ്. ദൈവസന്നിധിയിൽ എന്റെ പേഴ്സണാലിറ്റി ഞാൻ സമർപ്പിക്കുകയാണ്. സ്തോത്രം. നമ്മൾ ഇത് പറയാൻ, നമുക്ക് ഈ വാക്യം വായിച്ച് തീരാൻ എളുപ്പമാണ്. യോബ് പറഞ്ഞ ആ വാക്യം വായിച്ച് തീരാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷെ ആ പദം തന്റെ അധരത്തിൽ നിന്ന് വരാൻ എന്ത് തീച്ചുളയിലൂടെ ഈ ഭക്തൻ കടന്നുപോയെന്ന് നാം ഒന്ന് ചിന്തിക്കണം. സ്തോത്രം. 5-ാം വാക്യം, യോബ് 42-ന്റെ 5-ാം വാക്യം പറയുന്നു, ഞാൻ നിന്നെ കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എന്റെ കണ്ണാലെ നിന്നെ കാണുന്നു. ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുഭവിക്കുന്നു. കണ്ടോ? അപ്പോൾ ദൈവത്തെക്കുറിച്ച് ജീവിത അനുഭവങ്ങളിലൂടെ കാണുകയാണ്. നമ്മൾ പറയുന്നത് പോലെ ഈ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കണ്ടു എന്നുള്ളതല്ല. സ്തോത്രം. കുരിശിൽ കിടക്കുന്ന ക്രിസ്തു എന്നെ കണ്ടു എന്നൊരു ഒരു അനുഭവം ആ ഒരു നിലവാരത്തിൽ കണ്ടു എന്നുള്ളതല്ല. അവന് പരിശോധനയുടെ തീച്ചൂളയിലൂടെ ദൈവം കടത്തിവിട്ട് അനുഭവങ്ങളിലൂടെ ദൈവം ആരാണെന്ന് തിരിച്ചറിയാൻ ദൈവം ഇയ്യോബിനെ പഠിപ്പിച്ചു. ആ ഒരു അനുഭവത്തിലൂടെ കൊണ്ടുവന്നപ്പോൾ ഭക്തൻ പറയുകയാണ്, ഞാനിപ്പോൾ എൻ്റെ ആത്മകണ്ണാലെ ഞാൻ ദൈവത്തെ കാണുകയാണ്. സ്തോത്രം. ദൈവത്തെ കണ്ടു എന്നുള്ളതിന്റെ തെളിവാണ് അടുത്ത പദം. ദൈവത്തെ അറിഞ്ഞു എന്നുള്ളതിന്റെ തെളിവാണ് അടുത്ത പദം. എന്താ? ഞാൻ എന്നെ തന്നെ വെറുക്കുന്നു. സ്തോത്രം. ദൈവത്തെ യഥാർത്ഥമായി അറിഞ്ഞവൻ, ദൈവത്തെ യഥാർത്ഥമായി തിരിച്ചറിഞ്ഞ വ്യക്തി, സ്തോത്രം, അവരവരെ വെറുക്കുവാനിടയായിത്തീരും. അവരവരുടെ പേഴ്സണാലിറ്റിയേക്കാൾ അധികം ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുവാനിടയായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ. ഈ ദൈവത്തെ ജീവിത അനുഭവങ്ങളിലൂടെയാണ് നാം തിരിച്ചറിയേണ്ടുന്നത്. ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ എത്രമാത്രം ദൈവത്തെ അറിഞ്ഞു, നമ്മൾ ഏത് തലത്തിലാണ് നമ്മുടെ ആത്മീയത പോകുന്നത്? ദൈവ ഇഷ്ടത്തിന് വേണ്ടി നമ്മെ തന്നെ സ്വയം ഏൽപ്പിക്കുകയാണോ, അതോ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി ദൈവത്തെ വിനിയോഗിക്കുകയാണോ? ഏത് തലത്തിലാണ് നാം ഈ നാളുകൾ ദൈവത്തെ ഉപയോഗിക്കുന്നത്? ദൈവസന്നിധിയിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നതിന്റെ പർപ്പസ് എന്താണ്? ഉദ്ദേശം എന്താണ്? സ്തോത്രം. അത് തിരിച്ചറിയാനിടയായി. അത് തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ ആത്മീയത കൊണ്ട് പ്രയോജനം ഉണ്ടാകുകയുള്ളൂ. ഇവിടെ സ്തോത്രം, സഭയെ കുറിച്ച് കാന്തന്റെ സാക്ഷ്യം, ഉത്തമഗീതങ്ങളുടെ പുസ്തകം ആമുഖമൊക്കെ പറഞ്ഞ് തുടങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ആ അടിസ്ഥാനം പറയാനുള്ള സമയമില്ല, നമ്മുടെ മുന്നിലില്ല. അതുകൊണ്ട് വേഗത്തിൽ ഞാൻ വാക്യത്തിലേക്ക് കടക്കുകയാണ്. സ്തോത്രം. ഈ ശൂന്യംകാരി എന്ന് പറയുന്നത് ദൈവസഭയ്ക്ക് നിഴലാണ്. ഇതിനകത്ത് ശൂന്യംകാരി, ആട്ടിടയ ചെറുക്കൻ, ശലോമോൻ എന്ന രാജാവ്, പിന്നെ യെരുശലേം പുത്രിമാര്, പിന്നെ ആങ്ങളമാരെന്ന് പറഞ്ഞ് കുറച്ച് പേര് ഇതിലേക്ക് ചുറ്റിക്കറങ്ങുന്നവരുണ്ട്. അവർ നേരെ ഫ്രണ്ടിൽ വരുന്നില്ല.
സൈഡുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. ആമേൻ. ഇങ്ങനെ ചില വ്യക്തികളെ നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2-3 വ്യക്തികളാണ് ശൂന്യംകാരിയും ഇടയ ചെറുക്കനും ശലോമോൻ എന്ന രാജാവും. ഇവർ 3 പേര്. ശൂന്യംകാരി ദൈവസഭയ്ക്ക് നിദാനമാണെങ്കിൽ ഇടയ ചെറുക്കൻ കർത്താവായ യേശുക്രിസ്തുവിന് നിഴലാണ്. ഈ ശൂന്യംകാരിയെയും ഇടയ ചെറുക്കനെയും, അതായത് സഭയെയും ക്രിസ്തുവിനെയും തമ്മിൽ അകറ്റേണ്ടതിന് വേണ്ടി ഈ ലോകത്തിന് നിദാനമായിരിക്കുന്ന രാജാവ് ശലോമോൻ. അപ്പൊ ഈ ലോകത്തിന് നിദാനമാണ് ശലോമോൻ. ഈ 3 വ്യക്തികളെ നമുക്കതിനകത്ത് വ്യക്തമായിട്ട് വരച്ചു കാണിച്ചതുപോലെ നമുക്ക് മനസ്സിലാകാൻ കഴിയും. ഇവിടെ ശൂന്യംകാരിയെ കുറിച്ച്, സഭയെ കുറിച്ചാണ് കാന്തൻ പറയുന്നത്. അതായത് സ്തോത്രം, കർത്താവ് പറയുന്നത്, നീ എൻ്റെ ഹൃദയത്തെ അപഹരിച്ചിരിക്കുന്നു, ഒരു നോട്ടം കൊണ്ടും കഴുത്തിലെ മാല കൊണ്ടും നീ എൻ്റെ ഹൃദയത്തെ അപഹരിച്ചിരിക്കുന്നു. സ്തോത്രം. ദൈവത്തിന്റെ ഹൃദയത്തെ നമ്മിലേക്ക് കൊണ്ടുവരിക. സ്തോത്രം. എന്തുകൊണ്ടാണ് ഈ സഭ, ഈ ശൂന്യംകാരി ഒരു പ്രിയന് വേണ്ടി കാത്തിരിക്കുന്നു? സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, സഭയുടെ ജനനം മുതൽ ഇന്ന് സഭ കടന്നു പോകുന്ന പരിശോധനയുടെ കാലഘട്ടം തുടങ്ങി സഭയുടെ വീണ്ടെടുപ്പ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഉത്തമഗീതത്തിൽ ഒളിഞ്ഞു കിടക്കുന്നത് നമുക്ക് മനസ്സിലാകും. സഭ എവിടെയായിരിക്കണം, എവിടെയാണ് സഭ ആയിരിക്കേണ്ടത്, എന്തിലാണ് സഭ കേന്ദ്രീകരിച്ചിരിക്കേണ്ടത്? പക്ഷെ ഇപ്പോൾ സഭയ്ക്ക് എന്തു പറ്റി, സഭ ഏത് തരത്തിലാണ് പോകുന്നത് എന്ന് ഈ വർത്തമാന കാലഘട്ടത്തെ കുറിച്ചും ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. സഭ ആയിരിക്കേണ്ടുന്നത് 2-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: പാറയുടെ പിളർപ്പിലും കടുംതൂക്കിന്റെ മറവിലും ഇരിക്കുന്ന എൻ്റെ പ്രാവേ. സ്തോത്രം. അപ്പോൾ സഭയെ കുറിച്ച് പറയുന്ന, സഭ പാറയുടെ പിളർപ്പിലിരിക്കണം. സ്തോത്രം. ഏതാണ് ആ പാറ? പൗലോസ് പറയുന്നുണ്ട് കൊരിന്ത്യർ ലേഖനത്തിൽ, പിളർക്കപ്പെട്ട പാറ അത് ക്രിസ്തുവായിരുന്നു. സ്തോത്രം. ക്രിസ്തുവിൽ മറഞ്ഞിരിക്കേണ്ടുന്ന പ്രാവ്. സ്തോത്രം. ക്രിസ്തുവിൽ മറഞ്ഞിരിക്കേണ്ടുന്ന പ്രാവ്. സ്തോത്രം. ഇപ്പോൾ പ്രാവിനെ അവിടെ കാണാൻ പറ്റുന്നില്ല. സ്തോത്രം. ഇപ്പോൾ പ്രാവ് സ്തോത്രം ഇരിക്കുന്ന സ്ഥലം എവിടാന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ദൈവസഭ ക്രിസ്തുവിൽ മറഞ്ഞ് വേർപെട്ടിരിക്കേണ്ടുന്ന സഭ. ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ലോകക്കാരല്ല. ഈ ലോകത്തിൽ വസിക്കുന്ന ദൈവസഭ ഈ ലോകവുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല. അതാണ് ദൈവത്തിന്റെ വ്യവസ്ഥ. സ്തോത്രം. പൗലോസ്, കർത്താവ് തന്നെ പറയുന്നുണ്ട്, പ്രിയമുള്ളവരെ, ലോകം നിങ്ങളെ പകയ്ക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഈ ലോകം എന്നെയും പകച്ചു. നിങ്ങൾ ലോകക്കാരല്ലായകയാൽ ലോകം നിങ്ങളെ പകയ്ക്കും. സ്തോത്രം. ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തിരിക്കുന്നു. സ്തോത്രം. സഭയെ ദൈവം വേറൊരിടത്തുനിന്ന് കൊണ്ടുവന്നതല്ല, ഈ ലോകത്തിലുള്ളതിനെ സ്തോത്രം പറിച്ചെടുത്ത് പുറത്തു കൊണ്ടുവന്നതാണ് സഭ. നാം ഓരോരുത്തരും ഈ ലോകത്തിന്റെ മയത്വത്തിലായിരുന്ന, ഈ ലോകത്തിന്റെ പിടിയിലായിരുന്ന, ഈ ലോകത്തിന്റെ എല്ലാ പങ്കുല പാസങ്ങളും ഏറിക്കൊണ്ട് ഈ പാപത്തിൽ നിവദിച്ചു കിടന്ന നമ്മെ, സ്തോത്രം, എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ അത് പറയുന്നുണ്ട്. സ്തോത്രം. മുമ്പേ നിങ്ങൾ സ്തോത്രം അനീതിയിൽ ജീവിച്ചിരുന്നവരാണ്, സ്തോത്രം പാപത്തിൽ മുഴുകിയിരുന്നവരാണെന്ന് പറഞ്ഞ് സഭയുടെ മുൻകാല ചരിത്രത്തെ കുറിച്ച് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. സ്തോത്രം. അനുസരണക്കേണ്ട മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവിന് അധീനരായിക്കൊണ്ട് ജീവിച്ചിരുന്നവരായിരുന്നു നാം. എന്നാൽ ക്രിസ്തുയേശു നമ്മെ ആ ലോകത്തിൽ നിന്നും തിരഞ്ഞെടുത്തിരിക്കുന്നു. കർത്താവ് നമ്മെ ഈ ലോകത്തിൽ നിന്നാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ ലോകത്തിൽ നിന്നും പറിച്ചു മാറ്റി തിരഞ്ഞെടുത്തിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഇനി ലോകക്കാരാകേണ്ടവരല്ല. സ്തോത്രം. ഇനി ഈ ലോകത്തിലേക്ക് മടങ്ങിപ്പോകേണ്ടവരല്ല. ആമേൻ. ദൈവസഭയിലെ ആളുകളെ കുറിച്ച് പറയുമ്പോൾ സ്തോത്രം, പിന്മാറ്റക്കാരെ കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന നായ്ക്കൾ എന്ന ഒരു പ്രയോഗം കൊടുത്തിരിക്കുന്നു. ബൈബിൾ കൊടുത്തേക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ആ പദം ഒന്ന് ഉദ്ധരിച്ചു എന്നേ ഉള്ളൂ. സ്തോത്രം. ബൈബിൾ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ആ പദം ഒന്ന് പറഞ്ഞതാണ്. നായ്ക്കളുടെ ഒരു സ്വഭാവം ഛർദിയിലേക്ക് തിരിഞ്ഞു പോകുന്ന സ്വഭാവമാണ് നായ്ക്കൾ, അല്ലേ? സ്തോത്രം. ഹീനമായതിലേക്ക് തിരിഞ്ഞു പോകുന്ന നായ്ക്കൾ. സ്തോത്രം. ഇന്നും പിന്മാറ്റക്കാരെ കുറിച്ച് ദൈവം കണ്ടിരിക്കുന്ന ആ തലത്തിലാണ്. പിന്മാറ്റം എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് സ്തോത്രം ക്രിസ്തുവിനെ വേണ്ടാതെ പറഞ്ഞ് സഭയ്ക്ക് പുറത്തു പോകുന്ന ഒരു അനുഭവം അതല്ല. സ്തോത്രം. ക്രിസ്തുവേശുവിനുള്ള നിർമ്മലത, ഏകാഗ്രത എപ്പോൾ നഷ്ടപ്പെടുന്നോ അവിടെ മുതൽ പിന്മാറ്റം സംഭവിക്കുകയാണ്.
ക്രിസ്തുവേശുവിലുള്ള നിർമ്മലതയും ഏകാഗ്രതയും നഷ്ടപ്പെടുന്ന സമയം മുതൽ പിന്മാറ്റം സംഭവിക്കുക. അത് സഭയിൽ ഇരിക്കുമ്പോൾ തന്നെ സംഭവിക്കും. സ്തോത്രം. അക്കൂട്ടരെ കുറിച്ചാണ് പറയുന്നത്, നിങ്ങൾ നായ്ക്കൾ എന്നൊരു പ്രയോഗം കൊടുത്തിരിക്കുന്നത്. ഇന്ന് സഭ പിന്മാറ്റത്തിന്റെ അവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പാറയുടെ പിളർപ്പിലും കടുംതൂക്കിന്റെ മറവിലും ഇരിക്കേണ്ടുന്ന പ്രാവ് ഇപ്പോഴായിരിക്കുന്നത് എവിടാന്നറിയാമോ? സ്തോത്രം. 1:4 വാക്യം, 1:4 ഒന്ന് വായിക്കാമോ? ഉത്തമഗീതം 1:4. നിന്റെ പിന്നാലെ എന്നെ വലിക്കാൻ നാം ഓടിപ്പോക, രാജാവ് എന്നെ പള്ളിയറകളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഞങ്ങൾ നിന്റെ പിന്നാലെ എന്നെ വലിക്ക, നാം ഓടിപ്പോക, രാജാവ് എന്നെ പള്ളിയറയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, രാജാവ് ആരാണ്? ഈ ലോകത്തിന്റെ സുഖങ്ങൾ, ഈ ലോകത്തിന്റെ സ്തോത്രം അനുഭവങ്ങൾ, അതാണ് രാജാവ്. അതാണ് സ്തോത്രം ശലോമോനെ കാണിക്കുന്നത്. ഈ പാറയുടെ പിളർപ്പിലിരിക്കേണ്ടുന്ന പ്രാവ് ഇപ്പോഴായിരിക്കുന്നത് രാജാവിന്റെ കൊട്ടാരത്തിലാണ്. രാജാവിന്റെ കൊട്ടാരത്തിലാണ് സ്തോത്രം ഇപ്പോൾ ശൂന്യങ്കാരി ഇരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സഭ ലോകത്തിൽ അടയ്ക്കപ്പെടുവാനിടയായി തീർന്നു. സഭ ലോകത്തിൽ അടയ്ക്കപ്പെടുവാനിടയായി തീർന്നു. എപ്പോഴാണ് ലോകത്തിൽ അടയ്ക്കപ്പെടുവാൻ കാരണമായത്? സ്തോത്രം 3:6 പറയുന്നു. 3:6, ഉത്തമഗീതം 3:6. അവിടെ ഇങ്ങനെ പറയുന്നു: മൂറും കുന്തിരിക്കവും കൊണ്ട്, കച്ചവടക്കാരന്റെ സകലവിധ സുഗന്ധ ചൂർണങ്ങൾ കൊണ്ടും പരിമളപ്പെട്ടിരിക്കുന്ന പുകത്തൂൺ പോലെ മരുഭൂമിയിൽ നിന്ന് കരേറി വരുന്നോരിവനാർ. ഓക്കെ, ഒന്നുകൂടെ വായിക്കാം. മൂറും കുന്തിരുക്കവും കൊണ്ടും കച്ചവടക്കാരന്റെ സകലവിധ സുഗന്ധ ചൂർണങ്ങൾ കൊണ്ടും പരിമളപ്പെട്ടിരിക്കുന്ന പുകത്തൂൺ പോലെ മരുഭൂമിയിൽ നിന്ന് കയറി വരുന്നോരിവനാർ എന്ന് പറഞ്ഞ് സ്തോത്രം ഹല്ലേലൂയ ശലോമോനെ വർണ്ണിച്ചു. സ്തോത്രം. ശലോമോനെ വർണ്ണിച്ചു. ആമേൻ. വർണ്ണിക്കേണ്ടുന്നത് ആരെയാ? പ്രാണപ്രിയനെ വർണ്ണിച്ചു കൊണ്ടിരുന്ന സ്തോത്രം കാന്ത. പ്രാണപ്രിയനെ വർണ്ണിച്ചു കൊണ്ടിരുന്ന കാന്ത. സ്തോത്രം ഹല്ലേലൂയ. പുൽത്തകടികളിൽ കണ്ടിട്ടില്ലാത്ത സ്തോത്രം ഒരു പ്രാണപ്രിയന് വേണ്ടി, ഇടയച്ചെറുക്കന് വേണ്ടി പാടിക്കൊണ്ടിരുന്ന ഈ ശൂന്യങ്കാരി, അതായത് സ്തോത്രം തൻ്റെ പ്രേമഭാജ്യമായിരിക്കുന്ന ആ ഇടയച്ചെറുക്കന് വേണ്ടി പാടിക്കൊണ്ടിരിക്കുന്ന ഈ ശൂന്യങ്കാരി ഇടയ്ക്ക് ശ്രദ്ധ വിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞപ്പോ ആ വാക്യം ഒന്നുകൂടി ഉദ്ധരിക്കുകയാണ്, ക്രിസ്തുവേശുവിലുള്ള നിർമ്മലത, ആ ഏകാഗ്രത, ആ ഗാനം, ആ പാട്ട്, ഇവയെല്ലാം വിട്ടിട്ട് ഇപ്പോൾ താൻ അറിയാതെ സ്തോത്രം തൻ്റെ ശ്രദ്ധ എവിടേക്ക് പോയെന്നറിയാമോ? ശലോമോന്റെ പല്ലക്കിലേക്കും ശലോമോന്റെ പദവികളിലേക്കും തൻ്റെ ശ്രദ്ധ തിരിക്കുവാനിടയായി തോന്നുന്നു. സ്തോത്രം. ശലോമോന്റെ പല്ലക്ക് തന്നെ 3:7 വാക്യം വായിക്കുന്നു. ശലോമോന്റെ പല്ലക്ക് തന്നെ ഇസ്രായേലിന്റെ വീരന്മാർ, 60 വീരന്മാർ അതിനു ചുറ്റുമുണ്ട്. അവരെല്ലാരും വാളെടുത്ത യുദ്ധ സമർത്ഥന്മാർ എന്ന് പറഞ്ഞ് ഇപ്പോൾ സ്തോത്രം ശൂന്യങ്കാരി ആട്ടിടയ ചെറുക്കനെ, തൻ്റെ പ്രാണപ്രിയനെ വർണ്ണിച്ചു കൊണ്ടിരുന്ന അതേ നാവ് ഇപ്പോൾ അറിയാതെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ശലോമോനെ കുറിച്ചാണ്. സ്തോത്രം. ശലോമോന്റെ പല്ലക്ക് തന്നെ ശലോമോന്റെ വീരന്മാരെ കുറിച്ച് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ ശലോമോൻ വന്ന് തന്നെ പിടിച്ചുകൊണ്ട് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാനിടയായി. സ്തോത്രം. പക്ഷേ എനിക്ക് സന്തോഷമുള്ളത്, സഭ കൊട്ടാരത്തിൽ അടയ്ക്കപ്പെട്ടപ്പോൾ ഇനി ഇങ്ങനെ ആയിരിക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ ഒതുങ്ങിപ്പോയില്ല. ബന്ധിക്കപ്പെട്ടത് തിരിച്ചറിഞ്ഞിട്ട്, ലോകമോഹത്തിൽ പിടിക്കപ്പെട്ടത്, ലോകമയത്വത്തിലേക്ക് പോയത് പിടിക്കപ്പെട്ടതറിഞ്ഞിട്ട് അവിടെ നിന്നുകൊണ്ടൊരു നിലവിളി നടത്തുക: എൻ്റെ പ്രിയനെ, നിന്റെ പിന്നാലെ എന്നെ വലിക്കും, നാം ഓടിപ്പോകാം, രാജാവിനെ പള്ളിയറയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിലും ഈ ഒരു പ്രാർത്ഥന ഉണ്ടായിരിക്കട്ടെ. സ്തോത്രം. നാം അറിയാതെ നമ്മുടെ ഹൃദയത്തിൽ ലോകമോഹങ്ങൾ കയറിപ്പോയിട്ടുണ്ടെങ്കിൽ സ്തോത്രം അവിടെ നിന്നുകൊണ്ടൊരു പ്രാർത്ഥന: എൻ്റെ പ്രിയനെ, ഒരു മടങ്ങി വരവിന് വേണ്ടി നീ എന്നെ ഒരുക്കണമേ. ഈ നാളുകളിൽ സഭയ്ക്ക് അത്യാവശ്യം ഒരു ഉണർവ് ആഗ്രഹിക്കുന്നെങ്കിൽ ഉപരിവിപ്ലവമായ അന്യഭാഷയുടെ ബഹളമോ സ്തോത്രം അത്തരത്തിലുള്ള പ്രകസനമോ അല്ല.
ഉണർവെന്ന് പറയുന്നത് മടങ്ങി വരവിന് വേണ്ടി നമ്മുടെ ഹൃദയം വെമ്പൽ കൊള്ളുവാനിടയായി തീരട്ടെ. ആമേൻ. സ്തോത്രം. ദൈവത്തെ കണ്ടറിഞ്ഞ നാളിലുണ്ടായിരുന്ന ആ പരിശുദ്ധിയിലേക്കും ആ നിർമ്മലതയിലേക്കും ആ ഏകാഗ്രതയിലേക്കും ആ സ്നേഹത്തിലേക്കും നമുക്ക് മടങ്ങി വരാൻ കഴിഞ്ഞാൽ നാം രക്ഷപ്പെട്ടു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ നിന്നുകൊണ്ട് ഈ സഹോദരി ആമേൻ സ്തോത്രം കാന്ത നിലവിളിക്കുകയാണ്, എൻ്റെ പ്രിയനെ, നിന്റെ പിന്നാലെ എന്നെ വലിക്കാം. നാം ഓടിപ്പോകാം. രാജാവിനെ പള്ളിയറയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ആമേൻ സ്തോത്രം. അവിടെ നിന്നുകൊണ്ട് ആമേൻ സ്തോത്രം ഈ ശൂന്യകാരിയുടെ പ്രാർത്ഥനയുടെ നടുവിൽ ആമേൻ സ്തോത്രം പ്രാണപ്രിയൻ വന്ന കാര്യമൊക്കെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ആമേൻ സ്തോത്രം. ഞാൻ ആ ഭാഗം വിശദീകരിക്കാൻ എൻ്റെ മുന്നിൽ സമയമില്ല, അതുകൊണ്ട് വേഗത്തിൽ ഞാൻ മുന്നോട്ട് പോവുകയാണ്. ആമേൻ സ്തോത്രം. പ്രാണപ്രിയൻ അടുത്ത് വന്ന് ശലോമോന്റെ കൊട്ടാരത്തിൽ കയറിയില്ല. അവൻ തൊട്ട് വെളിയിൽ നിന്നുകൊണ്ട് തന്റെ കൈ അകത്തേക്ക് കാണിച്ചു. ആമേൻ സ്തോത്രം. എന്ന് പറഞ്ഞാൽ അവൻ ലോകത്തിൽ ബന്ധിക്കപ്പെട്ടാൽ അവൻ ലോകത്തിലേക്ക് ഇനി കർത്താവ് വരില്ല. ആമേൻ സ്തോത്രം. ഇനി നമ്മെ നാം അവന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോവുകയാണ് വേണ്ടുന്നത്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. പിതാവിൽ നിന്നും നന്മകളും അനുഗ്രഹങ്ങളും വാങ്ങിച്ച് ഷെയറും വാങ്ങിച്ച് പുത്രൻ അവൻ അകന്നു പോയപ്പോൾ പിന്നെയും പിതാവ് അവനെ തേടി അവന്റെ അടുക്കലേക്ക് പോയില്ല. പുത്രനാണ്, പിതാവിൽ നിന്നും അകന്നു പോയ പുത്രനാണ് അവൻ സ്തോത്രം അന്യപ്പെട്ടു പോയെന്ന് തിരിച്ചറിഞ്ഞിട്ട് അവൻ താൻ ഹൃദയത്തിൽ തീരുമാനിച്ചു, ഞാൻ അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങിച്ചെല്ലും. ഇനി ഞാൻ നിന്റെ പുത്രൻ എന്ന് വിളിക്കാൻ യോഗ്യനല്ല. അവൻ സ്തോത്രം. മകൻ അവൻ മടങ്ങി അവൻ പിതാവിന്റെ ഭവനത്തിലേക്ക് വരികയായിരുന്നു. അവൻ സ്തോത്രം. ലോകത്തിന്റെ മയത്വത്തിലേക്ക് ദൈവം ഇറങ്ങി വരില്ല. സ്തോത്രം. ലോകത്തിന്റെ മയത്വത്തിലേക്ക് ദൈവം ഇറങ്ങി വരത്തില്ല. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, അവൻ സ്തോത്രം അവരെ എന്തു പറയാ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അവരുടെ ഒരാളെ പോലെ അങ്ങനെ ആകണം. പക്ഷെ അത് അവൻ വേറൊരു അർത്ഥത്തിലാണ് പൗലോസ് പറയുന്നത്. അവൻ സ്തോത്രം. അല്ലാതെ അവർ ചെയ്യുന്ന പാപത്തിനകത്തേക്ക് ഇറങ്ങിച്ചെല്ലണമെന്നൊരു അർത്ഥത്തിലല്ല. ഇവിടെ ദ്വാരത്തിൽ കൂടി കൈനീട്ടി സഭ പറയുകയാണ്, ശൂന്യംകാരി പറയും, എൻ്റെ പ്രിയൻ ദ്വാരത്തിൽ കൂടി കൈനീട്ടി എൻ്റെ ഉള്ള അവനെ ചൊല്ലി ഉരുകിപ്പോയി. അവൻ സ്തോത്രം. നിന്റെ പിന്നാലെ എന്നെ വലിക്കാം. നാം ഓടിപ്പോകാം. രാജാവ് എന്നെ പള്ളിയറയിലേക്ക് കൊണ്ടു. പിടിക്കപ്പെട്ടു എന്നോർത്തപ്പോൾ അവൾക്ക് മനസ്സിലായി, ഈ ലോകമയത്വത്തിൽ നിന്ന് എനിക്കൊന്ന് പുറത്തു വരണം. സ്തോത്രം. അതിനുവേണ്ടി ഒരു നിലവിളി. അവൻ നമ്മുടെ ഹൃദയത്തിൽ ലോകം കയറിയിട്ടുണ്ടെങ്കിൽ ആ ലോകത്തിൽ നിന്ന് പുറത്തു പോരാൻ അവൻ നമുക്കൊരു നിലവിളി അനിവാര്യമായിരിക്കുന്നു. അവിടെയാണ് ഉണർവ് തുടക്കം കുറിക്കുന്നത്. അവിടെയാണ് യഥാർത്ഥ ഉണർവിന്റെ തുടക്കം എന്ന് പറയുന്നത്. ശൂന്യംകാരി നിലവിളിക്കാനിടയായി തോന്നി. എന്തുകൊണ്ട് ആമേൻ സ്തോത്രം ഈ പ്രാണപ്രിയനെ കുറിച്ച് ഇത്ര ആമേൻ സ്നേഹം ഉണ്ടായി? കൊട്ടാരത്തിൽ വെച്ചിട്ട് ഈ ശൂന്യംകാരിയുടെ ഹൃദയത്തെ അപഹരിക്കാൻ വേണ്ടി കന്യകമാരൊത്തിരി ശ്രമിക്കുന്നുണ്ട്. കന്യകമാരൊത്തിരി ശ്രമിച്ചിട്ട് ആമേൻ സ്തോത്രം ഈ ശൂന്യംകാരിയുടെ ഹൃദയം ഈ ശലോമോനിലേക്ക് വഴുതി വീഴുന്നില്ല. ശലോമോനെ കുറിച്ച് എത്ര വർണ്ണിച്ചിട്ടും, എന്ന് പറഞ്ഞാൽ ലോകത്തെ കുറിച്ച് എത്ര വർണ്ണിച്ചിട്ടും യഥാർത്ഥ ദൈവ പൈതലിന് ഈ ലോകത്തിലേക്ക് ബന്ധം ഉണ്ടാകില്ല. ഇവിടെ ലോകത്തെ കുറിച്ച് എത്ര വർണ്ണിച്ചിട്ടും ശലോമോനെ കുറിച്ച് എത്ര വർണ്ണിച്ചിട്ടും ശൂലേമാൻകാരിയുടെ ഹൃദയത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്നില്ല. അപ്പോൾ ആമേൻ സ്തോത്രം കന്യകമാര് ചോദിക്കുന്ന ചോദ്യമുണ്ട്, സ്ത്രീകളിൽ അതിസുന്ദരിയായുള്ളവേ, നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ എന്ത് സവിശേഷതയാണുള്ളത്? സ്തോത്രം. ഇത് ചോദിച്ച് തീർന്നില്ല. കൃത്യം മറുപടി ശൂന്യംകാരി പറഞ്ഞു, എൻ്റെ പ്രിയൻ അവൻ വെണ്മയും ചുവപ്പുമുള്ളവൻ, അവൻ 10,000 ശ്രേഷ്ഠൻ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. വെറുതെ ദൈവത്തെ ആരാധിക്കരുത് പ്രിയമുള്ളവർ. ദൈവത്തെ തിരിച്ചറിഞ്ഞ് ആരാധിക്കാനിടയായി തീരണം. ദൈവം ആരാണ്, അവന്റെ ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചാൽ പറയാൻ നമുക്ക് തൻ്റെ ഇടം ഉണ്ടായിരിക്കണം. ആമേൻ. ശൂന്യംകാരി പറയാണ്, എൻ്റെ പ്രിയൻ അവൻ വെണ്മയും ചുവപ്പുമുള്ളവൻ, 10,000 ശ്രേഷ്ഠൻ. വെണ്മ അവന്റെ വിശുദ്ധിയെ കാണിക്കുന്നു. നമ്മുടെ കർത്താവിനോളം വിശുദ്ധി ഇവിടെ ആർക്കുമില്ല. ഞങ്ങൾ പരസ്യങ്ങളിൽ പറയാറുണ്ട്. ആമേൻ സ്തോത്രം. സന്ദർഭോചിതമായി പല വേദികളിൽ പറയാറുണ്ട്. പല അവതാരങ്ങൾ വന്നിട്ടും വിശുദ്ധരെന്ന് പറയാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ആമേൻ സ്തോത്രം. എന്നാൽ അവൻ വിശുദ്ധിയുടെ പൂർണ്ണത പറയാൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്, അവൻ വെണ്മയുള്ളവനാണ്, അവനെ പോലെ വെണ്മയുള്ളവർ വേറെ ആരുമില്ല. ആമേൻ സ്തോത്രം. ചുവപ്പ് ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പിനെ കാണിക്കുന്നു. ആമേൻ സ്തോത്രം. ഈ ലോകത്തിൽ പാപത്തിൽ വീണുപോയ മാനവ സമൂഹത്തെ വീണ്ടെടുക്കുവാൻ ഒരേ ഒരുവനെ കഴിഞ്ഞിട്ടുള്ളൂ, അതെന്റെ കർത്താവിന് മാത്രമാണ്. ഈ 2 കാരണങ്ങളാലാണ് ശൂന്യംകാരി ഈ പ്രാണപ്രിയനെ വിട്ടുപോകാത്തത്. ആമേൻ സ്തോത്രം. എന്തുകൊണ്ട് വിട്ടുപോകുന്നില്ല? ആമേൻ സ്തോത്രം. അവൾ പറയുന്നൊരു കാര്യം, ഞാൻ മരിച്ചു പോകേണ്ടുന്ന സ്ഥാനത്ത്
സ്തോത്രം. എനിക്ക് ജീവൻ തന്നത് ഈ പ്രാണപ്രിയനാണ്. ആമേൻ. സ്തോത്രം. 8:5 ഇങ്ങനെ പറയുന്നു. ആമേൻ. സ്തോത്രം. മരുഭൂമിയിൽ നിന്ന് തന്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്നോരിവൾ നാരകത്തിന്റെ ചുവട്ടിൽ വെച്ച് ഞാൻ നിന്നെ ഉണർത്തി. അവിടെ വെച്ചല്ലോ നിന്റെ അമ്മ നിന്നെ പ്രസവിച്ചത്. അവിടെ വെച്ചല്ലോ നിന്നെ പെറ്റവൾക്ക് ഈറ്റുനോവ് കിട്ടിയത്. സ്തോത്രം. നാരകത്തിന്റെ ചുവട്ടിൽ വെച്ച് ഞാൻ നിന്നെ ഉണർത്തി. അവിടെ വെച്ചല്ലോ നിന്റെ അമ്മ നിന്നെ പ്രസവിച്ചത്. സ്തോത്രം. മരണത്തിന് വിധിക്കപ്പെട്ട ഈ ശൂന്യംകാരി രക്ഷപ്പെടുത്തിയത് ഈ ഇടയച്ചെറുക്കൻ. സ്തോത്രം. ആമേൻ. ആ സ്നേഹമാണ് ഈ ശൂന്യംകാരിക്ക് ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകാൻ. സ്തോത്രം. എന്ന് പറഞ്ഞാൽ സഭയെ, ആമേൻ, സ്തോത്രം, വീണ്ടെടുത്തത്, രക്ഷിച്ചത് ഈ ഇടയച്ചെറുക്കൻ, അതായത് കർത്താവായ യേശു ക്രിസ്തു. നാരകം ഏതാണ്? കാൽവറി ക്രൂശിനെ കാണിക്കും. കാൽവറി ക്രൂശിലാണ് സഭയുടെ ജനനം. പലപ്പോഴും ചിലരെങ്കിലും പറയാറുണ്ട് മർക്കോസിന്റെ മാളിക മുറിയിലാണ് സഭയുടെ ജനനമെന്ന്. അല്ല, കാൽവറി ക്രൂശിലാണ് സഭയുടെ ജനനം നടക്കുന്നത്. ആമേൻ. സ്തോത്രം. കാൽവറി ക്രൂശിൽ അവിടെ വെച്ചാണ് സഭയുടെ ജനനം നടക്കുന്നത്. അതൊന്നുകൂടെ യെശയ്യാ പ്രവാചകൻ, ആമേൻ, സ്തോത്രം, അത് വ്യക്തമാക്കുന്നുണ്ട്. യെശയ്യാ പ്രവചനം 53:10 വായിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നു. അവന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവന്റെ കയ്യാൽ സാധിക്കുകയും ചെയ്യും. കണ്ടോ, അവന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണും. അവൻ നാരകം ക്രൂശിനെ കാണിക്കുന്നെങ്കിൽ, ആമൻ, വീണ്ടെടുപ്പുകാരൻ ക്രൂശിൽ മരിച്ചപ്പോഴാണ് ഒരു സന്തതിയുടെ ജനനം നടക്കാൻ ഇടയായി തീർന്നത്. ആമൻ. സ്തോത്രം. അതേത് സന്തതിയാണെന്ന് ചോദിച്ചാൽ സഭയാകുന്ന നാം ഓരോരുത്തരുമായിരിക്കുന്ന ആ സന്തതി. ആമൻ. സ്തോത്രം. ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ സഭ ജനിക്കുവാനിടയായി തീർന്നു. നാരകത്തിന്റെ ചൂട്ടിൽ വെച്ച്, ആമൻ, സ്തോത്രം, അവളുടെ അമ്മ പ്രസവിപ്പാനിടയായി തീർന്നു. ആമൻ. സ്തോത്രം. അങ്ങനെ നാരകത്തിന്റെ ചുവട്ടിൽ വെച്ച്, ആമേൻ, ഹല്ലേലൂയ, മരണം തന്ന, ആമേൻ, സ്തോത്രം, മരണം വരെയും തന്റെ ജീവനെ വരെയും നമുക്ക് വേണ്ടി തന്ന, ആമേൻ, ക്രിസ്തുവിനോടുള്ള സ്നേഹം, ആമേൻ, സ്തോത്രം, ഈ ലോകത്തിന്റെ സുഖങ്ങൾക്ക്, ആമേൻ, മാടി വിളിച്ചാൽ കൊടുക്കാനുള്ളതല്ല പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. പക്ഷെ പലപ്പോഴും നമ്മൾ ദൈവസഭ, ഇന്നിന്റെ ദൈവസഭ, ആമേൻ, ലോകമയത്വത്തിൽ കിടക്കുകയാണല്ലോ. ആമേൻ. സ്തോത്രം. ശമൂവേലിന്റെ കാലഘട്ടത്തിൽ, ശമൂവേലിന്റെ പ്രായത്തിന്റെ അവസാനത്തിലേക്ക് കടന്നു വന്നപ്പോൾ, ആമേൻ, സ്തോത്രം, ശമൂവേൽ ഇസ്രായേൽ ജനം മുഴുവനും കടന്നു വന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ, സ്തോത്രം, നിന്റെ മക്കളെ ഞങ്ങൾക്ക് ന്യായാധിപന്മാരായിട്ട് വേണ്ട. എന്നിട്ട് പറയുന്നൊരു കാര്യം, ഞങ്ങൾക്ക് ചുറ്റുമുള്ള ജാതികളെ ഭരിക്കുന്നത് പോലെ ഞങ്ങൾക്ക് രാജാവിനെ വേണം. സ്തോത്രം. ഈ ലോകവുമായിട്ട് ബന്ധപ്പെടരുതെന്ന് പറഞ്ഞ ഇസ്രായേൽ ജനം പറയുകയാണ്, ചുറ്റുമുള്ള ജാതികൾക്കുള്ളതുപോലെ ഞങ്ങൾക്കൊരു രാജാവിന് വേണം. ഇതല്ലേ നമ്മുടെയും കണ്ണെന്ന്? സ്തോത്രം. സഭയ്ക്കകത്ത് നിൽക്കുന്നെങ്കിലും ചുറ്റുപാട് നമ്മുടെ കണ്ണ് കറങ്ങുകയല്ലേ? ആമേൻ. സ്തോത്രം. ഈ കണ്ണിനൊരു മാനസാന്തരം ആവശ്യമാണ്. കണ്ണ് മാനസാന്തരപ്പെട്ടെങ്കിലേ, കണ്ണ് ശുദ്ധീകരിക്കപ്പെട്ടെങ്കിലേ നമ്മുടെ ദേഹം മുഴുവനും ശുദ്ധീകരിക്കപ്പെടുകയുള്ളൂ. നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടുകയുള്ളൂ. കണ്ണിന്റെ വീഴ്ചയാണ് ആദിമസഭയുടെ വീഴ്ച. കണ്ണിന്റെ വീഴ്ചയാണ് ആദിമസഭയുടെ വീഴ്ച. വിലക്കപ്പെട്ട ഖനി കണ്ടപ്പോൾ അത് പറിക്കണമെന്ന് മോഹം ഹൃദയത്തിലുണ്ടായി. അപ്പൊ കണ്ടപ്പോൾ കണ്ണ് വിലക്കപ്പെട്ടിരുന്നെങ്കിൽ, കണ്ണ് ശുദ്ധീകരിക്കപ്പെട്ടിരുന്നെങ്കിൽ ഹൃദയത്തിന്, ആമേൻ, അപകടമുണ്ടാകത്തില്ലായിരുന്നു. ആമേൻ. സ്തോത്രം. അതുകൊണ്ട്, ആമേൻ, സഭയെക്കുറിച്ച് പറയാണ്, നീ എൻ്റെ ഹൃദയത്തെ അപകരിച്ചിരിക്കുന്നു. ഒരു നോട്ടം കൊണ്ട് നമ്മുടെ കണ്ണ് ശരിയായ നോട്ടത്തിലേക്ക് വന്നാൽ, ആമേൻ, കണ്ണ് ശുദ്ധീകരിക്കപ്പെട്ടാൽ നമുക്ക് ദൈവത്തിന്റെ ഹൃദയത്തെ അപഹരിക്കാൻ പറ്റും. പത്രോസ് അപ്പോസ്തലന്റെ പുസ്തകം 2 പത്രോസിന്റെ ലേഖനം, ആമേൻ, സ്തോത്രം, 2 പത്രോസിന്റെ 2:14 നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നു, പാപം കണ്ട് തൃപ്തി അടയാത്ത കണ്ണ്. സ്തോത്രം. പാപം കണ്ട് തൃപ്തി അടയാത്ത കണ്ണ്, അതാണ് ഈ ലോകത്തിന്റെ കണ്ണ്. ഈ കണ്ണ് ശുദ്ധീകരിക്കപ്പെടണം. എങ്ങനെ ശുദ്ധീകരിക്കപ്പെടണം? ആമേൻ, സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 49:10 വായിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 49:10, അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ കണ്ണ് ശുദ്ധീകരിക്കപ്പെടേണ്ട കാര്യത്തെ കുറിച്ച് പറയുന്നത്,
12-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. അവന്റെ കണ്ണ് വീഞ്ഞുകൊണ്ട് ചുവന്നും അവന്റെ പല്ല് പാല് പോലെ വെളുത്തും ഇരിക്കുന്നു. കണ്ടോ, അവന്റെ കണ്ണ് വീഞ്ഞുകൊണ്ട് ചുമന്ന. വീഞ്ഞ് ക്രിസ്തുവിന്റെ രക്തത്തിന് നിദാനമാണ്. അവന്റെ കണ്ണ് വീഞ്ഞുകൊണ്ട് ചുമന്നെന്ന് പറഞ്ഞാൽ കണ്ണിനെ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കണം. ഏത് രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കണം? ആമേൻ, സ്തോത്രം. ലേവ്യ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ലേവ്യ പുസ്തകം 14-ാം അധ്യായത്തിൽ അവിടെ നമുക്കൊരു ശുദ്ധീകരണത്തിന്റെ ആമേൻ അനുഭവത്തെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. ലേവ്യ പുസ്തകം 14-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ, ലേവ്യ പുസ്തകം 14-ന്റെ 1 മുതൽ വായിക്കുമ്പോൾ ഈ കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണത്തെ കുറിച്ച് പറയുന്നുണ്ട്. അവൾ വായിക്കുമ്പോൾ 4-ാം അധ്യായം 4-ാമത്തെ വാക്യം മുതൽ വായിക്കാം. ലേവ്യ പുസ്തകം 14-ന്റെ 4 മുതൽ. പുരോഹിതൻ പാളയത്തിന് പുറത്ത് ചെല്ലണം. കുഷ്ഠരോഗിയുടെ കുഷ്ഠം ശുദ്ധമായി എന്ന് പുരോഹിതൻ കണ്ടാൽ ശുദ്ധീകരണം കഴിപ്പാനുള്ളവന് വേണ്ടി ജീവനും ശുദ്ധിയുമുള്ള 2 പക്ഷി, ദേവദാരു, ചുവപ്പ് നൂൽ, ഈസോപ്പ് എന്നിവയെ കൊണ്ടുവരുവാൻ കൽപ്പിക്കണം. പുരോഹിതൻ ഒരു പക്ഷിയെ ഒരു മൺപാത്രത്തിലെ ഉറവ് വെള്ളത്തിന്മീതെ അറുപ്പാൻ കൽപ്പിക്കണം. ജീവനുള്ള പക്ഷി, ദേവദാരു, ചുവപ്പ് നൂൽ, ഈസോപ്പ് എന്നിവയെ അവൻ എടുത്ത് ഇവയെല്ലാം ജീവനുള്ള പക്ഷിയെയും ഉറവ് വെള്ളത്തിന്മീതെ അറുത്ത പക്ഷിയുടെ രക്തത്തിൽ മുക്കി കുഷ്ഠം ശുദ്ധീകരിക്കുവാനുള്ളവന്റെ മേൽ 7 പ്രാവശ്യം തളിച്ച് അവനെ ശുദ്ധിയുള്ളവനായി വിധിക്കുകയും ജീവനുള്ള പക്ഷിയെ വെളിയിൽ വിടുകയും വേണം. സ്തോത്രം. സാവകാശം വിശദീകരിക്കേണ്ട ഭാഗമാണ്, പക്ഷെ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ വേഗത്തിൽ പോയി വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ആമേൻ, സ്തോത്രം. 2 പക്ഷിയെ എടുക്കുക. അതിലൊന്നിനെ വെള്ളത്തിൽ മേതെ പിടിച്ച് അറുത്തിട്ട് അതിന്റെ രക്തം ഈ വെള്ളത്തിൽ ഒഴിക്കുക. എന്നിട്ട് ജീവനുള്ള പക്ഷിയെ അതിനകത്ത് മുക്കി അതിനെ സ്വതന്ത്രയായി വിടുക. ആമേൻ, സ്തോത്രം. ഉത്തമഗീതത്തിൽ പറയുന്നു, പാറയുടെ പിളർപ്പിലിരിക്കുന്ന പ്രാവ്. ഈ പ്രാവിന്റെ കണ്ണ് ചുവന്നിരിക്കുന്നു. ഉത്തമഗീതത്തിൽ പറയുന്നു, നിന്റെ കണ്ണ് ചുവന്നിരിക്കും, പ്രാവിന്റെ കണ്ണ് പോലെ ഇരിക്കുന്നു എന്ന് പറയുന്നു. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 49-ന്റെ 11 നമ്മൾ കണ്ടു. ആമേൻ, സ്തോത്രം. വീഞ്ഞുകൊണ്ട് ചുമന്നു, അതായത് രക്തം കൊണ്ട് ചുമന്നു. ഏത് രക്തം കൊണ്ട് ചുമന്നു? ഇണപ്രാവിന്റെ രക്തത്തിൽ മുക്കിയത് കൊണ്ട് ചുമന്നു. സ്തോത്രം. ഇണപ്രാവിന്റെ രക്തത്തിൽ മുക്കിയത് കൊണ്ട് ചുമന്നു. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നു ചിന്തിക്കുന്നു. അല്പം കട്ടിയുള്ള കാര്യമാണ്, സാവകാശത്തിൽ പറഞ്ഞു പോവുകയാണ്, അത് മനസ്സിലാവുന്നു. സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ഇണപ്രാവിന്റെ രക്തത്തിൽ മുക്കിയ ഈ കണ്ണ് ശുദ്ധീകരിക്കപ്പെടും. ഇതിനു മുമ്പുള്ള കണ്ണ് എന്തായിരുന്നു? പാപം കണ്ട് തൃപ്തിപ്പെടാത്ത കണ്ണ്. ആ കണ്ണിനെ ആമേൻ, സ്തോത്രം, രക്തത്തിൽ മുക്കി ശുദ്ധീകരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാ പ്രാക്കൾക്കും ഇതിനെ ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. അങ്ങനെ വന്നപ്പോൾ ഈ പ്രാവ് പിന്നെ പോയിരിക്കുന്നത് പാറയുടെ പിളർപ്പിലാണ്. പാറയുടെ പിളർപ്പിലിരിക്കുന്ന പ്രാവിനെയാണ് ആമേൻ ദൈവം അന്വേഷിക്കുന്നത്. പാറയുടെ പിളർപ്പിലാണ് പ്രാവിരിക്കേണ്ടത്. അവിടെയാണ് ഇതിന്റെ വാസം. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ലോകത്തിൽ വസിക്കുന്നുവെങ്കിലും നമ്മൾ ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ടു പോകേണ്ടുന്നവരല്ല. പക്ഷേ ഇപ്പോൾ സഭ എവിടാണ് ഇരിക്കുന്നത്? ആമേൻ, സ്തോത്രം, ശലോമോന്റെ കൊട്ടാരത്തിൽ. ആമേൻ, അവിടെ കിടന്നുകൊണ്ട് നിലവിളിക്കുകയാണ്. കൊട്ടാരത്തിൽ പോകാനുള്ള കാരണം എന്താണ്? ആമേൻ, പ്രാണപ്രിയനെ വിളിച്ചുകൊണ്ടിരുന്ന ആ കണ്ണും ആമേൻ അധരവും അല്പസമയം കൊണ്ട് ശ്രദ്ധ തെറ്റി പ്രാണപ്രിയനും പകരം ശലോമോനിലേക്ക് ശ്രദ്ധ തിരിച്ച് ശലോമോനെ വർണ്ണിക്കാൻ തുടങ്ങി. ശലോമോനെ ഒന്ന് ഹൃദയം കൊണ്ട് വർണ്ണിച്ചപ്പോൾ ശലോമോനാൽ ബന്ധിക്കപ്പെട്ട് കൊട്ടാരത്തിലേക്ക് പോകാനിടയായി തോന്നുന്നു. പക്ഷേ കൊട്ടാരത്തിൽ കിടന്നുകൊണ്ടും പ്രാണപ്രിയനെ കുറിച്ച് നിലവിളിച്ചപ്പോൾ അവളെ സ്വതന്ത്രയായി വിട്ടയച്ചു. ആമേൻ, സ്തോത്രം. സ്വതന്ത്രയായി വിട്ടയച്ചു കഴിഞ്ഞപ്പോൾ ആമേൻ അവൾ അവിടെ നിന്നും ഇറങ്ങി അന്വേഷിക്കുകയാണ്. ശൂന്യംകാരി ഇറങ്ങി അന്വേഷിക്കുകയാണ്. വീതികളിലും വിശാല സ്ഥലങ്ങളിലും ഓടി എൻ്റെ പ്രാണപ്രിയനെ കണ്ടോ 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 എന്ന് ചോദിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. ആമേൻ, സ്തോത്രം. അവസാനം താൻ അന്വേഷിച്ച് ചെന്നു. ആമേൻ, പാറയുടെ ആമേൻ, സ്തോത്രം, വീതികളിലും വിശാല സ്ഥലങ്ങളിലും ഒക്കെ അന്വേഷിച്ചിട്ട് പ്രാണപ്രിയനെ കാണാഞ്ഞിട്ട് ആമേൻ അവൾ അന്വേഷിച്ചു. ശൂന്യംകാരി അന്വേഷിച്ച് ചെന്ന് കണ്ടെത്തിയപ്പോൾ ഈ നോക്കിയ സ്ഥലത്തൊന്നും ആയിരുന്നില്ല പ്രാണപ്രിയൻ ഉണ്ടായിരുന്നത്. ആമേൻ, കണ്ടെത്തിയത് എവിടെയാണെന്നറിയാമോ? 2:3 എഴുതിയിരിക്കുന്നു, കാട്ടുമരങ്ങളുടെ ഇടയിൽ ഒരു നാരകം പോലെ യൗവനക്കാരുടെ ഇടയിൽ എൻ്റെ പ്രിയൻ ഇരിക്കുന്നു. ആമേൻ, അവിടെയും നാരകം വന്നു. സ്തോത്രം. കയ്പ് വന്നു, വേദന വന്നു, ദുഃഖം വന്നു, പ്രയാസം വന്നു.
നാരകത്തിന്റെ ചുവട്ടിലിരുന്നു. ദൈവസഭ ഇരിക്കേണ്ടുന്നത് ക്രൂശിനെ ധ്യാനിച്ചുകൊണ്ടായിരിക്കണം. ആമേൻ. ക്രൂശിനെ ധ്യാനിച്ചുകൊണ്ടായിരിക്കണം ഈ ഭൂമിയിലായിരിക്കേണ്ടത്. ഏതൊരു സമയത്തും ക്രൂശിനെ ധ്യാനിക്കണം. അതാണ് പൗലോസ് പറയുന്നത്, എനിക്ക് ക്രിസ്തുയേശുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാനിടവരരുത്. സ്തോത്രം. എനിക്കോ എന്നെ സുരക്ഷകൻ കുരിശിലല്ല, ദില്ല മണ്ണിൽ പ്രശംസയൊന്നും. എനിക്കോ എന്നെ സുരക്ഷകൻ കുരിശിലല്ല, ദില്ല മണ്ണിൽ പ്രശംസയൊന്നും. സ്തോത്രം. നമ്മുടെ ഈ മരുഭൂ പ്രയാണം ക്രൂശിനെ ധ്യാനിച്ചുകൊണ്ടായിരിക്കും. ഏത് സാഹചര്യത്തിൽ അവൻ ആ പ്രാണപ്രിയൻ നമുക്ക് വേണ്ടി മരിച്ച ആ ക്രൂശിലെ ത്യാഗത്തെ ഓർത്ത് ധ്യാനിച്ച് അവന് വേണ്ടി ശിഷ്ടായുസ് ജീവിക്കാനിടയായി തീരട്ടെ. അങ്ങനെ ശിഷ്ടായുസ് ജീവിക്കുമ്പോൾ ഒരു ദിവസം അവൻ വരും, അവിടുന്ന് വരും. ഒരു ദിവസം അവിടുന്ന് വരും. 2:4 പറയുന്നു, ആമൻ സ്തോത്രം, ഇങ്ങനെ ക്രൂശിന്റെ ധ്യാനിച്ച് അവൻ ക്രൂശിന്റെ കീഴിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. നാരകത്തിന്റെ കീഴിൽ, നാരകം പോലെ യൗവനക്കാരുടെ ഇടയിൽ എൻ്റെ പ്രിയൻ ഇരിക്കുന്നു. അവന്റെ നിഴലിൽ ഞാൻ അതിമോദത്തോടെ ഇരുന്നു. ആ ക്രൂശിന്റെ നിഴലിൽ അതിസന്തോഷത്തോടെ ഇരുന്നു. ആമൻ സ്തോത്രം. ക്രൂശിൽ കഷ്ടതയൊക്കെ ഉണ്ടെങ്കിലും ഒരു സന്തോഷം ആമൻ ഈ സഹോദരി അതിന്റെ ചുവട്ടിൽ അനുഭവിക്കുക. നമ്മുടെ ജീവിതത്തിൽ, ക്രൈസ്തവ ജീവിതത്തിൽ ആമൻ കഷ്ടതയും വേദനകളും ഒക്കെ ഉണ്ട്. എന്നാൽ ഇതിന്റെ നടുവിൽ ഒരു സന്തോഷം നമുക്ക് തോന്നുന്നില്ലേ? ഇതിന്റെ നടുവിൽ ഒരു പ്രത്യാശയില്ലേ? സന്തോഷത്തെ അവൻ കഷ്ടതയെ കവിയുന്നൊരു പ്രത്യാശ, വേദനകളെ മറക്കുന്നൊരു പ്രത്യാശ. ആമൻ സ്തോത്രം. അതിമോദത്തോടെ അതിന്റെ നിഴലിരിക്കുകയാണ്. അതിന്റെ പഴം എൻ്റെ രുചിക്ക് മധുരമായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആമൻ. പരിശുദ്ധാത്മാവിന്റെ ആമൻ സ്തോത്രം വിവിധമായ ഫലങ്ങൾ അതെനിക്ക് പലപ്പോഴും മാധുര്യം നൽകിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് ക്രൈസ്തവ ജീവിതത്തിലെ കഷ്ടതകളെ കയ്പായി തോന്നുന്നില്ല, മധുരത്തോടുകൂടെ ഞാൻ ഇങ്ങനെ ക്രൂശിന്റെ കീഴിലിരിക്കുക. ദൈവസഭ ക്രൂശിന്റെ കീഴിലിരിക്കുക. കഷ്ടത സഹിച്ചുകൊണ്ട്, പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട്, ആമൻ സ്തോത്രം, വരുന്ന പരിശോധനകളെയൊക്കെ സഹിച്ച് ക്രൂശിന്റെ നിഴലിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്നും അവിടെ ഇരിക്കാൻ പ്രാണപ്രിയൻ അനുവദിക്കില്ല. എന്നും അവിടെ ഇരിക്കാൻ പ്രാണപ്രിയൻ അനുവദിക്കത്തില്ല. 4-ാമത്തെ വാക്യം പറയുന്നു, 2:4. അവിടെ ഇങ്ങനെ പറയുന്നു, അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു ചെന്നു. എൻ്റെ മീതെ അവൻ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നു. ആമേൻ സ്തോത്രം. ഇന്ന് ക്രൂശിന്റെ കീഴിൽ, നാരകത്തിന്റെ കീഴിലിരിക്കുന്ന ദൈവസഭയെ എന്നും ഈ നാരകത്തിന്റെ കീഴിലിരിപ്പാൻ പ്രാണപ്രിയൻ അനുവദിക്കില്ല. ഒരു ദിവസം വീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ആ വീഞ്ഞു വീട് എവിടെയാണെന്നറിയുമോ? നിന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണത. നിന്റെ വലതുഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉണ്ട്. ആമേൻ സ്തോത്രം. വലതുഭാഗം ഏതാ? ആമേൻ. ക്രൂശിനെ ജയിച്ച് പുത്രൻ പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്ത് പോയിരുന്നു. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. താമസമില്ല. വചനം പറയുന്നു, താൻ ഇരിക്കുന്ന ഇടത്ത് നമ്മെയും ഇരുത്തേണ്ടതിന് അവൻ പിന്നെയും വന്ന് നമ്മെ ചേർത്തുകൊള്ളും. താൻ ഇരിക്കുന്നിടം ഏതാണ്? പിതാവിന്റെ വലതുഭാഗം. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലതുഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉണ്ട്. നിത്യം പ്രമോദമുള്ള സ്ഥലം സ്വർഗം മാത്രമാണ്. പ്രിയമുള്ളവരെ, ഈ പാരിൽ കഷ്ടതയുണ്ട്, ഈ പാരിൽ പ്രയാസമുണ്ട്, എന്നും സന്തോഷമില്ല. ആമേൻ സ്തോത്രം. നിത്യം സന്തോഷം. വീഞ്ഞു വീടിന്റെ അനുഭവം സ്വർഗമാണ്. ഇന്ന് നാരകത്തിന്റെ ചുവട്ടിലാണ് നാം ഇരിക്കുന്നതെങ്കിൽ, ആമേൻ സ്തോത്രം, ഒരു ദിവസം അവൻ വന്ന് നമ്മെ കൂട്ടിക്കൊണ്ടുപോകും. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ദൂത സഞ്ചയങ്ങളുമായി, പരിവാരങ്ങളുമായി, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, അവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ പരിശുദ്ധാത്മാവ് സഭയും കൊണ്ട് മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടും. ആമേൻ സ്തോത്രം. മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടുന്ന സഭയെ, ആമേൻ സ്തോത്രം, അവിടെ നിന്നും ആമൻ പുത്രൻ, മണവാളൻ, ആമൻ ഹല്ലേലൂയ, നമ്മയും കൊണ്ട് പിതാവിന്റെ അടുക്കിലേക്ക് പോകുവാനിടയായി തീരും. ആമൻ. ആ നല്ല സുദിനം ഏറ്റവും ആസന്നമായിരിക്കുന്നത് കൊണ്ട് ആമൻ ഈ നാരകത്തിന്റെ അനുഭവം കഷ്ടമായി തോന്നരുത്, പ്രയാസമായി തോന്നരുത്, അതൃപ്തിയായി തോന്നരുത്. ആമൻ സ്തോത്രം. ഏത് പരിശോധനകളെയും ജയിപ്പാൻ ആവശ്യമായ ദൈവകൃപ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കുവാനിടയായി തീരട്ടെ. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. വിശദീകരിക്കേണ്ടുന്ന വേദഭാഗങ്ങളായിരുന്നു. ആമൻ സ്തോത്രം. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ആമൻ. കുറുവാക്യത്തിന്റെ ഒരു ഭാഗത്ത് പോലും തൊടാൻ കഴിഞ്ഞില്ല, ക്ഷമ ചോദിക്കുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിന് ഇന്ന് ഈ സന്ധ്യാസമയം
ആമൻ ദൈവജനത്തിന് വേണ്ടി നീ ആലോചന പകർന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആമൻ സ്തോത്രം. ഈ വചനങ്ങളാൽ പരിശുദ്ധാത്മാവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവ്, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ പാദപീഠത്തിൽ അടുത്ത് വരുന്നു. ഈ ധന്യ നിമിഷത്തിനായി സ്തോത്രം. ആത്മാവിൽ ഞങ്ങളെ ശുദ്ധീകരിക്കുന്നതിനായി സ്തോത്രം. വചനത്തിന്റെ ആഴങ്ങൾ ഞങ്ങളുടെ ഉള്ളങ്ങളെ പണിതെടുക്കുന്നതിനായി സ്തോത്രം. ഈ നിന്റെ ജനത്തെയും അടിയനെയും ഒരുപോലെ അനുഗ്രഹിക്കണം. ആമൻ. കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും കർത്താവ് മാനിക്കണം. ആമൻ. അങ്ങ് അനുവദിക്കുന്നുവെങ്കിൽ ഈ പാരിൽ ഒരുമിച്ച് കാണുവാൻ കർത്താവ് സഹായിക്കണം. അതല്ല, അങ്ങയുടെ മേഘ പ്രത്യക്ഷതയിൽ ഞങ്ങൾ ആരും വിടപ്പെട്ടു പോകാതെ നിത്യത കരസ്ഥമാക്കുവാൻ ഈ മരുഭു പ്രയാണം ഭയത്തോടെ കഴിപ്പാൻ സ്വർഗം സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വചനത്താൽ എല്ലാവരെയും അനുഗ്രഹിക്കണം. തെറ്റുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ക്രിസ്തയേശുവിന്റെ നാമത്തിൽ നല്ല പിതാവേ, ആമേൻ. സമയം